സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനവുമായി, ജീവനുള്ള വചനവുമായി നിങ്ങൾ നടുവിലായിരിക്കുവാൻ സർവശക്തനായ ദൈവം, സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന എല്ലാ സാവകാശങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എത്രയോ പേർ രാത്രി കിടന്നുറങ്ങി രാവിലെ കാണാൻ കഴിയാതിരിക്കുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഉണർന്ന് ദൈവത്തെ ഇങ്ങനെ ആരാധിക്കുവാൻ ദൈവം ഒരു സാവകാശം തന്നല്ലോ. എല്ലാ പ്രഭാതങ്ങളിലും ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്ന ഒരേ ഒരു വിഷയം, കർത്താവെ, അങ്ങയുടെ പദ്ധതി, എന്നെക്കുറിച്ചുള്ള പദ്ധതി തീർന്നു പോയിട്ടില്ല. ഇന്ന് പ്രഭാതത്തിൽ ദൈവം എന്നെ ഉണരാൻ സഹായിച്ചത് അങ്ങയുടെ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. ഇന്ന് പ്രഭാതത്തിനകത്ത് വിശ്വാസത്തോടെ അതരങ്ങൾ തുറന്ന് പറ, ഞാനൊരു ദൈവിക പദ്ധതിക്കകത്താണ്. ഞാനൊരു ദൈവിക പദ്ധതിക്കകത്താണ്. ഇന്ന് പ്രഭാതത്തിൽ പറ, ഞാൻ ദൈവിക പദ്ധതിക്കകത്താണ്. അടരാജകന ഘടക ശതര പ്രഭാതന ഘടക സിയാതന. യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. അങ്ങനെ ആ വാക്യം എഴുതിയിരിക്കുന്നത്. ഇന്ന് പകൽ അങ്ങനെ ഒരു വിശ്വാസമുള്ളവരെല്ലാം അതരങ്ങളും തുറന്നേ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാവർക്കും സദാന പ്രഭാതന ഘടക സിയാതന. യഹോവ എന്നെ താങ്ങിയത് കൊണ്ടാണ് ഇന്ന് പകൽ ഞാൻ ഉണർന്നതെന്ന് ബോധ്യമുള്ളവരൊക്കെ അതരങ്ങൾ തുറന്നേ. റിബനഗതനഗർ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രാർത്ഥനകൾ കണ്ടിന്യൂസ് നടക്കുകയായിരുന്നു. ഇന്ന് രാത്രി കൊണ്ട് ഈ പ്രാർത്ഥന അവസാനിക്കുക, വിരാമം കുറിക്കുക. സ്തോത്രം. ഇന്ന് പകൽ സ്തോത്രം, ദൈവ ശബ്ദത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളൊന്ന് കയറണം. കേട്ട ദൈവ ശബ്ദത്തിനകത്ത് സ്തോത്രം പലതും പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്നു. എന്നോട് ആത്മാവ് പറയുന്നു, വചനം കേട്ടു, പക്ഷെ പലപ്പോഴും ഗ്രഹിക്കാതെ, സ്തോത്രം ഹല്ലേലൂയ, വഴിയരികിൽ വിതയ്ക്കപ്പെട്ടതുപോലെയും, സ്തോത്രം അടരാജകൾക്ക് പാറയ്ക്കിടയിൽ വിതയ്ക്കപ്പെട്ടതുപോലെയും മുള്ളുകൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടതുപോലെയും ഒക്കെ വചനം ഇപ്പോൾ കിടക്കുന്നു. ഇന്ന് പകൽ അത് നേർനിലത്തിലേക്ക് മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. അടരകധനഘടക ശതര പ്രവാദനാദന അഥൽ കപനഘടക സിയാംധര പ്രവാദന ഘടക സിയാദന. ഇന്ന് പകൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച കർത്താവെ, ഒരു അത്ഭുതം ഇന്ന് പകൽ ഈ പ്ലാറ്റ്ഫോമിനകത്ത് വെളിപ്പെടണം. അന്തരീക്ഷം മാറട്ടെ, ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ. ലേധി നിമാസതര പ്രമാദന ഘടക സിയാദന അർത്ഥരാജകൽ കനാദിയാലകച്ച സിയാദന. ദൈവദാസന്റെ പെർഫോമൻസ് വെളിപ്പെടുന്ന വേദിയല്ല, ദൈവിക പദ്ധതികൾ വെളിപ്പെടുന്ന വേദിയായി ഇത് മാറണം. യേശപ്പന്റെ അധികാരമുള്ള നാമത്തിൽ അതരാജകൽ കനാദിയാലകച്ച സിയാദന. വചനത്തിന്റെ ശക്തി വിടുതലുകളായി മാറണം, രോഗസൗഖ്യങ്ങളായി മാറണം. ഹല്ലേലൂയ, ബന്ധനങ്ങൾ അഴിയുന്ന മേഖലകളായി അത് മാറണം യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പ്രഭാതത്തിനകത്ത് അതരങ്ങളൊക്കെ ഒന്ന് തുറന്നേ ദൈവമക്കളെ, അതരങ്ങളൊക്കെ ഒന്ന് തുറന്നേ. റമനഗതന വൈയുടെ പരിധികളും പരിമിതികളും ഒക്കെ ഉണ്ടെന്ന് അറിയാം. ഇന്ന് പ്രഭാതത്തിനകത്ത് ദൈവത്തെ ആരാധിക്കാൻ എന്താ വേണ്ടത്? എന്റെ മൂക്കിനകത്തൂടെ ശ്വാസം കയറി ഇറങ്ങുന്നത് തന്നെ എനിക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു മാർഗമാണ്. ഇന്ന് പകൽ ദീർവൽ കമാന ഹസ്തര പ്രഭാതിയാൽ എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. എത്ര നന്ദി പറഞ്ഞാലും ദൈവസന്ധി എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. അതരങ്ങളൊക്കെ തുറന്ന്, ഓ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു മാസ്റ്റർ. ഓരകരകരകഥന വൈഡ പ്രഭാതനകരകഥന ശബ്ദനാഥനാഥന ഉടമനാഥര പ്രഭാതന ഘടകസിയ ഹരികൽക്കമനകരകഥല വൈഡ പ്രവേദിയാതനകരങ്ങൾ തുറന്നു പ്രാപ്തി ചെയ്യുന്ന പകൽ. ഉടരാജകനകഥന വൈഡ പ്രഭാതനകരകഥല ഘടകസിയാതനാഥന. ഇമ്പമുള്ള ജീവിതവും ഏറെ ധന മാനങ്ങളും, ഇമ്പമുള്ള ജീവിതവും ഏറെ മാനങ്ങളും, തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലേടിയ. തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലേടിയ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എന്റെ ഹിതം പോലെ എൻ പിതാവേ യഹോവേ, എന്റെ ഹിതം പോലെ എൻ പിതാവേ എന്നെ യഹോവേ.
നിന്റെ ഗീതം പോലെ തന്നെ നിത്യം നാട് തീരണമേ. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നാട് തീരണമേ. ഞങ്ങളുടെ നല്ല പിതാവേ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിലെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കണം. വലിയ ദൈവശബ്ദം ഇതിനകത്ത് മുഴങ്ങേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മഹത്വത്തിന്റെ ചലനങ്ങൾ വെളിപ്പെടും. അത്ഭുതത്തിന്റെ കരസ്വർഗം നീട്ടണം. ജനത്തെ അനുഗ്രഹിച്ചാട്ട് നാവോടുകൂടെ സ്വർഗത്തെ നാവ് ചലിക്കപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ സ്വർഗം ചെയ്താട്ട് അസാധ്യ മേഖലകൾ തുറന്നു വരണം. ദൈവിക പദ്ധതികൾ തുറന്നു വരണം. ഈ അന്തരീക്ഷത്തിനകത്ത് ദൈവത്തിന്റെ ആത്മതലങ്ങൾ ചലിക്കപ്പെടുവാനിടയാകണം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. സന്തോഷമുള്ള ഒരു കഥാവിനെ ശ്രദ്ധിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ അല്പം കർത്താവ് കൃപ നൽകിയല്ലോ. പ്രത്യേക കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒത്തിരി തിരക്ക്, ഒത്തിരി കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചർച്ചിലെ അടുത്ത ആഴ്ചകളിൽ ഫാസ്റ്റിംഗ് പ്രെയർ സ്റ്റാർട്ട് ചെയ്യാണ്. അതിന്റെ കാര്യങ്ങൾക്കൊക്കെ ഓടി ഞാൻ 12:30 മണി കഴിഞ്ഞു ഞാൻ വീട്ടിലെത്തിയപ്പോ. പിന്നെ കിടന്നു അല്പസമയം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അല്പസമയം മാത്രമേ ഉറങ്ങാൻ ലഭിച്ചുള്ളൂ. സ്തോത്രം. ഇനി രാവിലെ പ്രൈസലോ ഇനിയും യാത്രയാണ്. ഓർത്ത് പ്രാർത്ഥിക്കുക. നിശ്ചയമായിട്ടും ദൈവപ്രവൃത്തികൾ വെളിപ്പെടുക തന്നെ ചെയ്യും. പ്രൈസലോ. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ദൈവശബ്ദം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തെ തിരിക്കുന്നതാണ്. സ്തോത്രം. വളരെ ശ്രദ്ധയോടെ ഇരിക്കണേ. ദൈവശബ്ദം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തെ തിരിക്കുന്നത് ഒന്നാണ്. ദൈവശബ്ദം. സ്തോത്രം. നമ്മൾ ഒന്നും അല്ലാതിരിക്കുമ്പോൾ ദൈവശബ്ദം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ തിരിക്കും. ദൈവശബ്ദം നമ്മുടെ ജീവിതത്തെ തിരിക്കും. സ്തോത്രം. എനിക്കറിയാം നിങ്ങൾ കഴിഞ്ഞ സെക്ഷനുകളൊക്കെ വചനം കേട്ട് തൃപ്തിയായി, ദൂതൊക്കെ കേട്ട്, ആലോചനകളൊക്കെ കേട്ട്, സ്തോത്രം, മിടുക്കുകളുമായി ഇരിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ മനസ്സിലാക്കുന്നു. സ്തോത്രം. ദൂതിനൊരു കുറവുമില്ല. സ്തോത്രം. വചനത്തിനൊരു കുറവുമില്ല. പ്രൈസ് ദി ലോർഡ്. മറിച്ച് കുറവല്ല ഇപ്പൊ നമുക്കാ. സ്തോത്രം. ദൂതിന് കുറവില്ല. പ്രൈസ് ദി ലോർഡ്. വചനത്തിന് കുറവില്ല. പ്രൈസ്. പലപ്പോഴും കുറവുകൾ പലപ്പോഴും നമുക്കാ. ഞാൻ അതാ മനസ്സിലാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കേട്ട് കർത്താവ് പറഞ്ഞ പോലെ ഈ ജനം എന്നെ അതരം കൊണ്ട് ബഹുമാനിക്കുകയും ഹൃദയം കൊണ്ട് എന്നെ വിട്ടുമാറിയിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതാ യാഥാർത്ഥ്യം. പ്രൈസ് ദി ലോർഡ്. പലതിന്റെയും പിന്നിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ വന്ന എന്താ കർത്താവ് എനിക്ക് പ്രതിസന്ധി വന്നേ എന്ന് പലതിന്റെയും പിന്നിൽ അന്വേഷിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ കർത്താവിനെ ആരാധിച്ചത് പലപ്പോഴും അതരം കൊണ്ട് മാത്രമായിരുന്നു എന്നുള്ളതായ യാഥാർത്ഥ്യം. സ്തോത്രം. ഹൃദയം കൊണ്ട് കർത്താവിനെ ആരാധിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതായ യാഥാർത്ഥ്യം. പലപ്പോഴും എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എന്നോട് പറയാറുണ്ട്. പാസ്റ്റർ, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഞാൻ ഇത്ര മണിക്കൂർ പ്രാർത്ഥിക്കും. പക്ഷെ പലപ്പോഴും പ്രാർത്ഥനകൾ വെറും ജൽപ്പനങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. വെറും ജൽപ്പനങ്ങൾ മാത്രമായി മാറുന്നു. സ്തോത്രം. ഞാൻ വളരെ ശാന്തമായിട്ടായി സംസാരിക്കുന്നത്. സ്തോത്രം. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരുന്നാലും. സ്തോത്രം. നിങ്ങൾക്ക് ആരാധിക്കാൻ തോന്നുമ്പോൾ നിങ്ങൾ ആരാധിക്കണം. ഞാൻ ചർച്ചയിൽ പറയാറുണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാൻ തോന്നുവാണോ? എഴുന്നേറ്റ് നിന്ന് ആരാധിക്കണം. അവിടെ ആരുടെയും മുഖം നോക്കരുത്. കാരണം നിങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ആരാധന എന്ന് പറയുന്നത്. സ്തോത്രം. ഇവിടെ നിൽക്കുന്ന പാസ്റ്ററുമായിട്ടുള്ള ബന്ധമല്ല, ദൈവവും നിങ്ങളുമായിട്ടുള്ള ബന്ധം കണക്റ്റ് ആകുമ്പോൾ സ്തോത്രം, ഏത് തലത്തിൽ നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുമോ ആ തലത്തിലൊക്കെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം. ആരാധിക്കണം. വാഴ്ത്തത്വം തന്നത് ഇതിനകത്തിരിക്കുന്ന ലിജു പാസ്റ്ററോ ഡേവിഡ് പാസ്റ്ററോ ഒന്നുമല്ല. സ്തോത്രം. വാഴ്ത്തത്വം തന്നത് ദൈവമാണ്. വാഴ്ത്തത്വം തന്നതും ആയുസ് തന്നതും ആരോഗ്യം തന്നതും ബലം തന്നതും ഒക്കെ നമ്മുടെ ദൈവമാണ്. അന്നേരം നിശ്ചയമായിട്ട് ഇന്ന് പ്രഭാതത്തിനകത്ത് നമ്മൾ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്, ദൈവത്തെയാണ് സ്തുതിക്കേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. ചിന്തകൾ ഒത്തിരി പറയാനുണ്ടെങ്കിലും സ്തോത്രം. വേഗത്തിൽ ഒരു വാക്യം വായിക്കാം. ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകം 3-ാം അധ്യായം അതിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകം 3-ാം അധ്യായം അതിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാണ്. അത്തിവൃക്ഷം തളർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടുകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകൾ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു, അവൻ എന്റെ കാൽ മാൻപേടകാൽ പോലെ ആക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. സ്തോത്രം.
അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ അനവധി പ്രാവശ്യങ്ങൾ പ്രസംഗിച്ചും സാക്ഷ്യങ്ങളായി പറഞ്ഞും ഒക്കെ കേട്ടിട്ടുള്ള വാക്യങ്ങളാണ്. സ്തോത്രം. അത്യവൃക്ഷം തളിർക്കയില്ല എന്നുള്ള വാക്യങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടില്ലെങ്കിലും സ്തോത്രം, നിങ്ങൾ എപ്പോഴും പറയുന്ന വാക്കുകൾ സ്തോത്രം, യഹോവയായ കർത്താവിന്റെ ബലം ആകുന്നു, എന്റെ കാൽ മാൻപേടെ കാൽ പോലെ ആക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം സ്തോത്രം, നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ, അല്ലാത്തതൊന്നും നമ്മൾ എടുക്കാറില്ല. പലപ്പോഴും ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് സ്തോത്രം, നമ്മൾ ആവശ്യമുള്ളത് മാത്രമേ ഇല്ലേ ശ്രോവിച്ച, നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ, അല്ലാത്തതൊക്കെ നമ്മൾ ഒന്ന് വിട്ട് കളഞ്ഞേക്കും. അത് നമ്മളോടുള്ള ദൂതൊന്നും അല്ല. സ്തോത്രം. ബൈബിളിനകത്ത് സ്തോത്രം, യിരെമ്യാ പ്രവാചകന്റെ ദൂതിനകത്ത് പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാരെ കുറിച്ച് സ്തോത്രം. അന്നേരം ഈ പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ യിരെമ്യാവിന്റെ സങ്കടം എന്ന് പറയുന്നത്, എത്ര സത്യസന്ധമായി പ്രവചിച്ചാലും പ്രവചനം ഏറ്റെടുക്കാൻ ആളില്ല. വ്യാജമായി പ്രവചിക്കുന്ന പ്രവചനങ്ങളെ സ്വീകരിക്കാൻ നൂറുകണക്കിന് ആളുകളുണ്ട്. ഇതാ യിരെമ്യാവിന്റെ വിഷമം. കാരണം ദൈവത്താൽ വിളിക്കപ്പെട്ടവന് മാത്രമേ വിഷമം ഉണ്ടാകത്തുള്ളൂ, അല്ലാത്തവന് വിഷമമില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? സ്തോത്രം. പ്രൈസ്. ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ ദൂത് പറയുമ്പോൾ സ്തോത്രം, പ്രശ്നം എവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ സ്തോത്രം, കള്ളപ്രവാചകന്മാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തെ ഇതാ ക്രിസ്തു അവിടെ ഇവിടെ എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം അതാണ്. സ്തോത്രം. നമ്മൾ ആരാധിക്കുമ്പോഴും നമ്മൾ സ്തുതിക്കുമ്പോഴും സ്തോത്രം, പ്രവചനം കേട്ട് തൃപ്തിപ്പെടുമ്പോഴും നമ്മളോട് ദൈവം പറഞ്ഞ ഏറ്റവും വലിയൊരു പ്രവചന ശബ്ദം, ഞാൻ നിങ്ങളെ ചേർക്കാൻ വേഗം വരും എന്നുള്ളതാണ്. സ്തോത്രം. അതായത് കർത്താവ് നമ്മുടെ അടുക്കൽ വരാൻ സാധ്യത സ്തോത്രം ഏറ്റവും അടുത്ത് കഴിഞ്ഞിരിക്കുന്നു. യുദ്ധങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ക്ഷാമങ്ങളിലേക്ക് അത് നീളും. സ്തോത്രം. പലവിധമായ പ്രതിസന്ധിയിലേക്ക് അത് നീളും. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്നുള്ള ബോധ്യം ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകണം. പ്രൈസ്. ശ്രദ്ധിച്ചാട്ടെ, ഞാൻ ഈ ദൂതിന്റെ ആഴമൊക്കെ പറയുമ്പോൾ എനിക്ക് നല്ല ബോധ്യമുണ്ട്. സ്തോത്രം. നിങ്ങൾക്കറിയാം, ഉപവാസത്തിന്റെ ലാസ്റ്റ് ദിവസമല്ലയോ പാസ്റ്ററെ? സ്തോത്രം. ഇച്ചിരിയൊക്കെ ഇളക്കമൊക്കെ, ഇച്ചിരിയൊക്കെ ദൂതൊക്കെ സ്തോത്രം, അതൊക്കെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്. സ്തോത്രം. ഇരിക്കുന്ന ജനത്തെ വിവേചിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. സ്തോത്രം. ഇരിക്കുന്ന ആൾ സ്തോത്രം ഹല്ലേലൂയ അല്പം വലത്തോട്ട് തിരിഞ്ഞിരുന്നെന്ന് കരുതി സ്തോത്രം അയാളെ കുറ്റപ്പെടുത്തുന്ന ആളല്ല പരിശുദ്ധാത്മാവ്. പക്ഷെ ഇരിക്കുന്ന ആളുടെ ഹൃദയം വലത്തോട്ട് തിരിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ കുറ്റപ്പെടുത്തും. സ്തോത്രം. എന്തിനാ ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ പറയുന്നത് ചോദിച്ചാൽ സ്തോത്രം, നിങ്ങളെ ഉടച്ചു കളയാനല്ല, നിങ്ങളെ പണിത് പുറത്തു കൊണ്ടുവരാനാണ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്. നിശ്ചയമായിട്ടും ഈ പ്രഭാതത്തിനകത്ത് സ്തോത്രമല്ല ഉറങ്ങുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സ്തോത്രമല്ല ഉറങ്ങുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ബെഡിനകത്ത് കിടന്ന് എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. പ്രൈസ്. ആൾക്കാർ എഴുന്നേൽക്കാതെ തന്നെ ആ ബെഡിനകത്ത് തന്നെ കിടന്നുകൊണ്ട് തന്നെ ഈ വചനം കേൾക്കുന്നവരുണ്ടായിരിക്കാം. ചിലപ്പോൾ സ്തോത്രം ബീനാൻഡി എന്ന് വിചാരിക്കുന്ന കരുതി ഒന്ന് ഓണാക്കി വെച്ചേച്ച് അവിടെ കിടക്കുന്നവർ കാണുമായിരിക്കാം. സ്തോത്രം. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്തോത്രം, യാഥാർത്ഥ്യം, വചനം വിട്ടുകളയരുത്. സ്തോത്രം. ഉറങ്ങുന്നത് നല്ലതാണ്, വചനം വിട്ടുകളയരുത്. വചനത്തെ മുറുകെ പിടിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അന്നേരം വചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. എന്താണ് വചനം? ദൈവത്തിന്റെ ശബ്ദമാണ് വചനം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ശബ്ദമാണ് ദൈവത്തിന്റെ വചനം എന്നാണ്. ശരിയാ? ദൈവത്തിന്റെ ശബ്ദമാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. പക്ഷെ ഈ ജനത്തിന്, ഞാൻ ഈ വചനം അങ്ങനെ തന്നെ പറയും, ഈ ജനത്തിന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല ദൈവത്തിന്റെ ശബ്ദമാണ് ഈ മുഴങ്ങുന്നതെല്ലാം. സ്തോത്രം. അതുകൊണ്ട് പ്രവാചകന്മാർ സംസാരിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിക്കുന്ന വാക്കുകൾ മാത്രമാണ് ദൈവശബ്ദം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടർ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ജീവിക്കുന്നു. സ്തോത്രം. വചനത്തിന് വേണ്ട പ്രാധാന്യം കൊടുക്കുന്നില്ല. പ്രസംഗിക്കപ്പെടുന്നു, പക്ഷെ വചനത്തിന് വേണ്ട പ്രാധാന്യം കൊടുക്കുന്നില്ല. സ്തോത്രം. ജീവിതത്തിനകത്ത് വചനത്തിന് പ്രാധാന്യമില്ല. ഇവകൾ ജീവിക്കുന്നത് എങ്ങനെയൊക്കെയോ ജീവിക്കുന്നു. സ്തോത്രം. എന്നിട്ട് പ്രവചനം കേട്ട് ആത്മാവിൽ ആരാധിച്ച് സ്തോത്രം ഹല്ലേലൂയ, ഞാൻ ആ പദം കട്ട് ചെയ്യുക, ആത്മാവിൽ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്തോത്രം കുറച്ചുകൂടെ കയറിപ്പോകും. സ്തോത്രം ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ജഡീക ചിന്തകൾ കൊണ്ട് ദൈവത്തെ ആരാധിച്ച് സ്തോത്രം ഹല്ലേലൂയ ദൈവം മഹത്വപ്പെട്ടു എന്ന് കരുതി എപ്പോഴും ചിന്തിച്ച് നമ്മൾ നടക്കുക. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ഒരു പദം പറയാം കേട്ടോ, പലപ്പോഴും നമ്മുടെ ആരാധന ദൈവം പ്രസാദിച്ചിട്ടില്ല. ഹലോ, നിങ്ങളെല്ലാം ഓഫാണോ? സ്തോത്രം. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? പ്രൈസ്. എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, പലപ്പോഴും നമ്മുടെ ആരാധനയും പ്രാർത്ഥനയും സ്വർഗത്തിൽ എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രൈസ് ദി ലോർഡ്. ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം ചുമത്തുമെന്നാ അല്ലേ? സ്തോത്രം. അന്നേരം നിശ്ചയമായിട്ടും നീതീകരിക്കുന്നവന് നമ്മുടെ കർത്താവാണ്. നമ്മളെ നീതീകരിക്കേണ്ട നമ്മുടെ കർത്താവാണ്. സ്തോത്രം. ഒരിക്കലും സ്തോത്രം, ഞാൻ ഈ പദമൊക്കെ പറയാൻ ഉദ്ദേശിച്ച ഒരാളെയല്ല. ഞാനിത് സത്യം പറഞ്ഞ ഒരു വചനത്തിന്റെ ആഴം എന്റെ കയ്യിൽ കിടപ്പുണ്ട്. ഞാനത് സംസാരിക്കാൻ വേണ്ടിയാ വരുന്നത്. സ്തോത്രം. ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകത്തിനകത്ത് പ്രൈസ് ദി ലോർഡ്
ഹബക്കുക്ക് പറയുക, ഞാൻ യഹോവയിൽ ആനന്ദിക്കും. എങ്കിലും ആ പദമാണ് ഏറ്റവും വലിയ ആഴം. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, യഹോവയിൽ ആനന്ദിക്കും. ഇന്ന് പകൽ നമ്മളെല്ലാം വാഴ്ത്തത്വം നിവർത്തിക്കാൻ വേണ്ടി കയറിയവരാ. വാഴ്ത്തത്വത്തിനകത്തൊന്ന് ഒരു സ്റ്റെപ്പ് കയറാൻ വേണ്ടി വന്നവരാ. ഹബക്കുക്ക് പറയുക, ഞാനൊരു സ്റ്റെപ്പ് പോയിട്ട് സ്തോത്രം ഹല്ലേലൂയ എന്നാ പറയുക, ഒരു ചെറുവിരൽ പോലും എനിക്ക് വേണ്ടി അനക്കപ്പെട്ടില്ല, പക്ഷെ എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. സ്തോത്രം. എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിനകത്ത് വിശ്വാസ കോളത്തിൽ ചെറിയാൻ പറ്റുന്നത്? ദൈവം പറഞ്ഞ പലതും നടന്നില്ല എന്ന് കരുതി പിന്മാറി പോകുന്നവരാ കൂടുതൽ. സ്തോത്രം. പ്രൈസർ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പ്രൈസർ ഞങ്ങളുടെ ചർച്ചിനകത്ത് ഞാൻ ബോർഡ് വെച്ചിട്ടില്ലായിരുന്നു. ഞാൻ ചർച്ചിൽ ബോർഡ് വെച്ചിട്ടില്ലായിരുന്നു. സ്തോത്രം. അന്നേരം 1.5 വർഷമായെങ്കിലും ബോർഡ് വെക്കാൻ പലപ്പോഴും പ്രിന്റ് ചെയ്തുകൊണ്ട് വെച്ചിട്ട് എനിക്ക് പറ്റിയില്ല. കാരണം ഒന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു. പ്രൈസ് പലവിധ ഞങ്ങളുടെ ചർച്ചിൽ സാധാരണ ആൾക്കാരാണ്, 10-12 പേരേ ഉള്ളൂ, പുതിയ പ്രവർത്തനമല്ലേ. അന്നേരം സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. അന്നേരം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ ആത്മാവ് പ്രൈസ് ഇത് വെക്കാനായിട്ട് തന്നെ ദൈവം എനിക്ക് ചെറിയൊരു നന്മ എനിക്ക് ഒരുക്കി തന്നു. ഞാനത് കയ്യിൽ നിന്ന് ചെലവാകണ്ട, കയ്യിൽ നിന്നും പോകണ്ടെന്ന് കരുതി ഞാൻ അതിന് വേണ്ടിയുള്ള അറേഞ്ച്മെന്റ് ചെയ്തു. സ്തോത്രം. പ്രൈസ്. അതിന് രാത്രി ഞാൻ ഒരാളെയും കൂട്ടി വെൽഡ് ചെയ്യാനായിട്ടൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹം എന്നോട് പറയാ, അദ്ദേഹം ഒരു വിശ്വാസി, അദ്ദേഹം എന്നോട് പറയാ, സ്തോത്രം, പാസ്റ്ററെ ശരിക്കും ഞാൻ പെന്തക്കോസുകാരനാ, പക്ഷേ എനിക്ക് പെന്തക്കോസുകാരെ വിശ്വാസമേ അല്ല. സ്തോത്രം. പ്രൈസലോ. അന്നേരം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്നോട് അദ്ദേഹം പറഞ്ഞ, ഞാൻ അതുപോലെ പറയുക നിങ്ങളോട്. സ്തോത്രം. ശരിക്കും പറഞ്ഞാൽ സ്തോത്രം, എന്റെ വിശ്വാസം തണുത്തു പോകുന്നത് പോലെ തോന്നുക പാസ്റ്ററെ. കാരണം ഇന്നത്തെ സാഹചര്യം കാണുമ്പോൾ എന്റെ വിശ്വാസം തണുത്തു പോവുകയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. കാലഘട്ടങ്ങൾ മാറിയാലും വ്യക്തികൾ മാറിയാലും മാറാത്ത ദൈവവചനത്തെ ഉറച്ചു വിശ്വസിക്കുകയാണ് ഒരു വിശ്വാസി ഏറ്റവും വലിയ ആദ്യമായി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇന്ന് പകൽ സ്തോത്രം പ്രൈസ് ജഗദമ്മാന്റെ സ്തോത്ര ചുറ്റുപാടുകൾ മാറിയെന്ന് കരുതി സ്തോത്രം വചനത്തിന് മാറ്റം വന്നിട്ടില്ല. ഹലോ, ഇന്ന് പകൽ ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, വ്യക്തികൾ മാറി, വചനത്തിന് മാറ്റം വന്നിട്ടില്ല. സാഹചര്യങ്ങൾ മാറി, ദൈവത്തിന്റെ വചനത്തിന് മാറ്റം വന്നിട്ടില്ല. ദൈവത്തിന്റെ പ്രവചനമോ ദൈവത്തിന്റെ വാക്തത്വങ്ങളോ മാറിയിട്ടില്ല. ദൈവം ഏറ്റെടുത്ത വാക്തത്വങ്ങൾ ഇട്ടേച്ചു പോയിട്ടില്ല. ദൈവം അത് പൂർത്തീകരിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശ്രദ്ധിച്ചേ. സ്തോത്രം. ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകത്തിനകത്ത് 3 അധ്യായങ്ങൾ മാത്രമാണുള്ളത്. 3 അധ്യായങ്ങൾ. സ്തോത്രം. എന്താ പാസ്റ്റർ 3 അധ്യായത്തിന്റെ പ്രത്യേകത? 1-ാം അധ്യായം ചോദ്യങ്ങൾ കൊണ്ട് ആരംഭിക്കും. 2-ാം അധ്യായം കാത്തിരിപ്പിനകത്ത് സ്തോത്രം ഹല്ലേലൂയ തുടരുകയാണ്. 3-ാം അധ്യായം ആരാധനയ്ക്കകത്ത് അവസാനിക്കുന്നു. ഇന്ന് പകൽ ഞാൻ നിയോഗത്തോടെ ഒരു പദം പറയാ. സ്തോത്രമല്ല, ചോദ്യത്തിനകത്ത് തുടങ്ങിയ ചിലരെ ആത്മാവിൽ എന്നോട് പ്രവചിക്കാൻ ആത്മാവ് പറയുന്നു. ചോദ്യങ്ങളുമായി നടക്കുന്ന ചിലരെ നോക്കി ആത്മാവ് ഇന്ന് പകൽ ദൂത് കൈമാറുന്നു. നിന്റെ ചോദ്യം ഒരു കാത്തിരിപ്പായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാറ്റുകയാണ്. ആ കാത്തിരിപ്പിനകത്ത് നീ വിജയിക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് പകൽ ആ കാത്തിരിപ്പിനകത്ത് ഒരു ആരാധന നീ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് പകൽ സ്തോത്രം നിന്റെ ആരാധനയ്ക്കകത്തൊരു ദൈവപ്രവൃത്തി തുറന്നു വരിക തന്നെ ചെയ്യും. ആത്മമണ്ഡലത്തിനകത്തേക്ക് ഇന്ന് പകൽ നിശ്ചയമായി ഒന്ന് മൂവാകാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു. അടരാ ജഗതനഗതന വൈഡപ്രഭാതനക സിയാതനാഥന. ശ്രദ്ധിച്ചേ. ഹബക്കൂക്ക് ആരംഭിക്കുന്നത് യഹോവേ എത്രത്തോളം എന്ന് പറഞ്ഞാണ്. നോക്കിയേ, യഹോവേ എത്രത്തോളം. ചോദ്യം. സ്തോത്രം. എത്രത്തോളം, എപ്പോൾ, എങ്ങനെ, എന്തുകൊണ്ട്. സ്തോത്രം. ഞാൻ ഈ പദമൊക്കെ പറയുമ്പോൾ ഇങ്ങനെ 100 കണക്കിന് ചോദ്യം നമ്മുടെ മനസ്സിനകത്തുണ്ട്. സ്തോത്രം. എപ്പോൾ, എങ്ങനെ, എന്തുകൊണ്ട്. ഇതൊരു പ്രവചന ദൂതായിട്ട് തന്നെ കൈമാറുന്നു ഈ പ്രഭാതത്തിൽ. സ്തോത്രം. വിജയിച്ച 100 കണക്കിന് ചോദ്യം നമ്മുടെ അകത്ത്. എപ്പോൾ, എങ്ങനെ, എവിടെ. സ്തോത്രം. ഇന്ന് പകൽ ഇതൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ദൂത് ഇതാ 2-ാം അധ്യായത്തിനകത്ത്, കാത്തിരിക്കുക. എന്റെ ദൂതിനോ എന്റെ വാക്തത്വത്തിനോ സമയം തെറ്റത്തില്ല. എന്റെ ദർശനത്തിന് സമയം തെറ്റത്തില്ല. അടര ജഗന ഹതന പ്രഭാതന ഘടക സിയാതന റിഗൽ ഖമന ഘടക സിയാതന. ഞാൻ ശാന്തമായിട്ട് പറയുന്നോണ്ടാണോ നിങ്ങൾക്ക് ആമ്യം പറയാൻ പറ്റാത്തതെന്ന് എനിക്ക് അറിയത്തില്ല. സ്തോത്രം. ഇന്ന് പകൽ സ്തോത്രം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സ്തോത്രമല്ല, വളരെ ലളിതമായിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. സ്തോത്രം ഹല്ലേലൂയ. പ്രൈസ്. ശ്വാസം എടുക്കാതല്ല പറയും, ശ്വാസം വിട്ടുകൊണ്ട് തന്നെ പറയുക. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിനകത്ത് ദൈവത്തിന്റെ വാക്തത്വത്തിന് സമയം തെറ്റത്തില്ല, 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 തെറ്റത്തില്ല. പറഞ്ഞേ, എന്റെ ദൈവം എനിക്ക് തന്ന വാക്തത്വത്തിന്റെ സമയം തെറ്റത്തില്ലെന്ന് പറഞ്ഞേ. ആ അവരൊക്കെ തുറക്ക് ദൈവമക്കളെ, നിങ്ങളുടെ നാവൊക്കെ ഒന്ന് തുറക്ക്. സ്തോത്രം. സമയം തെറ്റത്തില്ലെന്ന് പറ. സമയം തെറ്റത്തില്ല, സമയം തെറ്റത്തില്ല. സ്തോത്രം. സമയം തെറ്റത്തില്ല. സ്തോത്രം. തക്ക സമയത്ത് ശീഘ്രമായി ദൈവം അതിനെ നിവർത്തിക്കും. ശീഘ്രമായി അതിനെ ദൈവം നിവർത്തിക്കും. സ്തോത്രം. പ്രൈസ്. ബീനാൻഡി, ഈ 1-ാം അധ്യായത്തിനകത്ത് 100 കണക്കിന് ചോദ്യങ്ങൾ അല്ലെങ്കിൽ അനേക ചോദ്യങ്ങൾ ഹബക്കൂക്കിന്റെ മനസ്സിനകത്ത് കയറി വരുമ്പോൾ
ആ മനുഷ്യന്റെ ചങ്ക് തകരുന്നുണ്ട്, ഒരു നിലവിളിയുടെ ശബ്ദം ഉയരുന്നുണ്ട്, സ്തോത്രം, കണ്ണ് നിറയുന്നുണ്ട്. പക്ഷേ ആ മനുഷ്യൻ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം പറഞ്ഞൊരു ഉത്തരം ഇങ്ങനെയാണ്. ജാതിക 5-ാമത്തെ വാക്യം, ജാതികടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവിൻ, ആശ്ചര്യപ്പെട്ട് വിസ്മയിക്കുവിൻ, ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. സ്തോത്രം. നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര ആത്മീയ ദൂതുകളൊക്കെ ഏറ്റെടുത്ത് ആമേൻ പറഞ്ഞ് വിക്ടറി പറയും, ഗ്ലോറി പറയും. ഇതിന്റെ ആഴം ഒന്ന് പഠിച്ചിട്ട് വേണം ആമേനൊക്കെ പറയാൻ. സ്തോത്രം. ശരിക്കും പറഞ്ഞാൽ ചിലരൊക്കെ ഇത് വാക്യമായിട്ടൊക്കെ ഇടുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, സ്തോത്രത്തിന്റെ അർത്ഥവും ആഴമൊക്കെ അറിഞ്ഞിട്ടാണോ പലപ്പോഴും ഇടുന്നതെന്ന്. സ്തോത്രം. കാരണം ദൈവം പറയുക, നിങ്ങളുടെ കാലത്ത് ഞാൻ പ്രവൃത്തി ചെയ്യും, പക്ഷെ എന്ത് ചെയ്യും? സ്തോത്രം. ഞാൻ നിങ്ങളുടെ കാലത്ത് പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ച് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. വിശ്വസിക്കാൻ പറ്റാത്തൊരു പ്രവൃത്തി ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പോവാ? ചെയ്യാൻ പോവാ. എന്നിട്ട് നെക്സ്റ്റ് ദൈവം പറയുന്ന പദം എന്തെന്നറിയാമോ? സ്തോത്രം. ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദയരെ ഉണർത്തും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അടുത്ത നെക്സ്റ്റ് വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദയരെ ഉണർത്തും, അവർ തങ്ങളുടെ അല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കേണ്ടതിന് ഭൂമണ്ഡലത്തിൽ നീളെ സഞ്ചരിക്കുന്നു. സ്തോത്രം. അവർ ഘോരവും ഭയങ്കരവുമായുള്ളവർ, അവരുടെ ന്യായവും ശ്രേഷ്ഠതയും അവരിൽ നിന്ന് തന്നെ പുറപ്പെടുന്നു. സ്തോത്രം. സ്തോത്രം. ഞാനത് താട്ടം വായിപ്പിക്കുന്നില്ല, ഞാൻ നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടി അങ്ങ് വായിച്ചതാ. നിങ്ങൾ ശ്രദ്ധിച്ചേ. സ്തോത്രം. ഞാനൊരു എന്നാ പറയാ, ക്രോഡീകരിച്ച് ഞാനങ്ങ് പറഞ്ഞോളാം. സ്തോത്രം. ഓക്കെ. ഹബക്കൂക്കിന്റെ പ്രവചനത്തിനകത്ത് ഹബക്കൂക്ക് പ്രാർത്ഥിക്കുക, കർത്താവേ, നേരോട് പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു വളർച്ചയില്ല, നേരോടെ നടക്കുന്നവർക്ക് ഒരു വളർച്ചയില്ല. വിചാരിച്ച ഒരു വളർച്ചയില്ല. പക്ഷേ ദൈവത്തിനെതിരെ നിൽക്കുന്ന വക്രതയുള്ളവന്മാരെല്ലാം വളരുക. വക്രതയുള്ളവന്മാര് വളരുന്നു, അവർക്ക് വളർച്ചയുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കുന്ന എനിക്ക് ഒരു വളർച്ചയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇത് അകത്തളത്തിനകത്തോട്ട് കയറുമ്പോ ഹബക്കൂക്കിന് കരച്ചിൽ വരും. ഹബക്കൂക്ക് അങ്ങ് നിലവിളിക്കോ, കർത്താവേ എത്രത്തോളം, എത്രത്തോളം. സ്തോത്രം. ഈ ചോദ്യങ്ങൾ അകത്തളത്തിനകത്ത് വീഴുമ്പോൾ സ്തോത്രം, നമ്മുടെ ഹൃദയം വേദനിക്കുന്നുണ്ട്. എത്രത്തോളം കർത്താവേ, എത്രത്തോളം ഞാൻ എത്രത്തോളം സഹിക്കും, എത്രത്തോളം ഞാൻ ഇതൊക്കെ കാണും, എത്രത്തോളം ഞാൻ ഇതൊക്കെ കണ്ടു മടുത്തു കർത്താവേ. ഈ വേദന നടുവിൽ കർത്താവ് പറഞ്ഞ ഉത്തരം, സ്തോത്രം, ഞാനൊരു പ്രവൃത്തി ചെയ്യാൻ പോവാണ്, പക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അടുത്ത വാക്യം, ഞാൻ കൽദയരെ ഉണർത്താൻ പോവുകയാണ്. സ്തോത്രം. ബീനാലി പ്രാർത്ഥിച്ചതിന്റെ മറുപടി, കർത്താവെ, ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ശിക്ഷ കൊടുത്ത് ഇവരെയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് അടുത്തൊരു ദൈവപ്രവൃത്തി ദൈവം ചെയ്യണമെന്നാ ഹബക്കൂക്കിന്റെ പ്രാർത്ഥന. പക്ഷെ ദൈവം പറയും, ഞാൻ പ്രവൃത്തിയൊക്കെ ചെയ്യാം. പക്ഷേ പ്രാർത്ഥിച്ചതിന്റെ മറുപടി എന്തോന്നറിയാമോ? ഞാൻ നിങ്ങളുടെ കഷ്ടത അങ്ങ് വർദ്ധിപ്പിക്കാൻ പോവുക. ഞാൻ നിങ്ങളുടെ കഷ്ടതയങ്ങ്, നിങ്ങൾ വേണ്ടുന്നില്ലല്ലോ. സ്തോത്രം. ജെസി ആന്റി കഷ്ടത വർദ്ധിക്കുകയാണ് പ്രാർത്ഥിക്കുമ്പോ. സ്തോത്രം. ഹബക്കൂക്ക് ചോദിച്ചു, കർത്താവേ, എന്തിനാ ഇങ്ങനെ കഷ്ടത വർദ്ധിപ്പിക്കുന്നത്? എന്തിനാ കഷ്ടത? ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചത് എന്താ? ഈ വേദന കണ്ടു നിൽക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ നിലവിളിച്ചത്, ഈ വേദന കണ്ടു നിൽക്കാൻ വയ്യാത്തത് കൊണ്ടാണ് പ്രാർത്ഥിച്ചത്. പക്ഷെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറയുക, സ്തോത്രം, ഞാൻ കൽദയരെ ഉണർത്താൻ പോവുകയാണ്. സ്തോത്രം. ഇന്ന് പകൽ ഞാൻ ആത്മനിയോഗത്തോട് ദൂത് പറയാം. ചില പ്രതിസന്ധികൾ ദൈവം ഉണർത്തി വിട്ടിരിക്കുന്നത്, ചില പ്രതികൂലങ്ങൾ ദൈവം ഉണർത്തി വിട്ടിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നീ പല കൈവശമാക്കാൻ പോകുന്ന, നിന്നിലേക്ക് വന്നു ചേരാൻ പോകുന്ന വാഗ്ദത്തത്തിന്റെ ആഴം അറിയാൻ വേണ്ടിയാണ്. അതിന്റെ വെയിറ്റിംഗ് പീരീഡിനകത്ത് നീ ചിലത് അറിയാൻ പോവുകയാണ്. ദൈവം കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നിന്റെ അകത്തളത്തിനകത്ത് വീഴാൻ പോവുകയാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ആമേൻ പറ. ഇന്ന് പകൽ ഈ കഷ്ടത എന്നെ തകർക്കത്തില്ല, ഈ വേദന എന്നെ തകർക്കത്തില്ല. ഈ ഉപവാസത്തിന്റെ അവസാനത്തെ പകൽ അർച്ചന വൈഡപ്രഭാതിയ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകൽ ഞാൻ ഉണർന്നെഴുന്നേറ്റത് ഈ കഷ്ടതയെ മറക്കുന്നത് പോലെ, ഒഴുകിപ്പോകുന്ന വെള്ളം പോലെ ഞാൻ കഷ്ടതയെ മറക്കും. ഇന്ന് പകൽ വിശ്വാസത്തോടെ പറ, എന്റെ ലൈഫിനകത്ത് ഓരോ കഷ്ടതയും ഒഴുകിപ്പോകുന്ന വെള്ളം പോലെ ഞാൻ മറക്കുന്ന ദിനമുണ്ട്. ലാർദന വൗഡപ്രഭാതന ഹസ്തര പ്രവാചകൽ കമനഗതന വൈഡപ്രഭേദിയാതനാദന രക്തത്താല ജയം. ഞാൻ ഈ കഷ്ടത യോബ് പറഞ്ഞതാ, ഞാൻ ഈ കഷ്ടത ഒഴുകിപ്പോകുന്ന വെള്ളം പോലെ, യോബിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്, ഒഴുകിപ്പോകുന്ന വെള്ളം പോലെ ഞാനത് മറക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മൾ വിശ്വസിക്കേണ്ടത്, ഒരു വെള്ളം ഒഴുകി പോകുന്നത് പോലെ നമ്മൾ ചില കഷ്ടതകളെ മറക്കാൻ പോവുക. ദൈവപ്രവൃത്തികൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെടാൻ പോകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അത്തിവൃക്ഷമൊന്നും തളുക്കണ്ട, മുന്തിരിവള്ളി അനുഭവം തരണ്ട, പക്ഷേ ആരാധനയ്ക്ക് കുറവ് വരരുത്. സ്തോത്രം. പലരുടെയും പ്രശ്നം എവിടെയാണ് ബിനാൻഡി?
സ്തോത്രം. എന്തെങ്കിലുമൊക്കെ കിട്ടിയാലേ ആരാധന വരൂ, എന്തെങ്കിലുമൊക്കെ നടന്നാലേ ആരാധന വരൂ. അല്ലേ വിജയിച്ച? എന്തെങ്കിലുമൊക്കെ നടക്കണം, എന്നാലേ നമ്മളൊന്ന് രണ്ട് കൈയൊക്കെ തട്ടി ആരാധിക്കത്തുള്ളൂ. ഞാൻ രണ്ട് രീതിയിൽ പലപ്പോഴും ചർച്ചിനകത്ത് ഒരു പാസ്റ്റർ ആണല്ലോ ഞാൻ. എനിക്ക് മനസ്സിലാവുന്ന കാര്യം, ഒന്നുകിൽ ദൂത് കേൾക്കുമ്പോൾ കൈയടിച്ച് ദൈവത്തെ ആരാധിക്കും. സ്തോത്രം. അല്ലേ അല്ലെ ചെറിയാച്ച? ഒരു ദൂതൊക്കെ കേൾക്കുമ്പോ നമ്മുടെ ആത്മാവിലായി തന്നെ ആരാധനയാണ്. പക്ഷെ ജീവിതത്തിൽ ആരാധനയില്ല. എന്താ പറഞ്ഞേ? നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ബീനാൻഡി പറയും അവസാന ദിവസം ഇടണ്ടായിരുന്നു പാസ്റ്റർക്ക്. സ്തോത്രം. എനിക്ക് തോന്നുന്നു രാത്രി നിങ്ങൾക്ക് നല്ല പ്രവചനമൊക്കെ കേൾക്കാൻ പറ്റും. സ്തോത്രം. സ്തോത്രം. ശ്രദ്ധിച്ചേ, ഞാൻ എപ്പോഴും നിങ്ങളുടെ മീറ്റിങ്ങിനകത്തല്ല, എല്ലാ മീറ്റിംഗും ഞാൻ പറയാറുണ്ട്, ഞാൻ മീറ്റിംഗ് നോക്കി പോകുന്ന ഒരാളെ അല്ല. നാളെ എന്ത് കിട്ടും, നാളെ ആരെങ്കിലും വിളിക്കുവോ, നോ, എനിക്കത് വറി ചെയ്യുന്ന ഒരാളെ അല്ല. വിളിച്ചാലും വിളിച്ചില്ലേലും നോ പ്രോബ്ലം. സ്തോത്രം. ദൈവം എന്നെ നടത്തേണ്ടത് ദൈവം നടത്തിക്കോളും. സ്തോത്രം. എനിക്ക് അതിനെക്കുറിച്ച് വറിയില്ല, ആകുലതയില്ല. സ്തോത്രം. പക്ഷെ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ നാളുകളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടാൻ നിൽക്കരുത്. അവരെന്ത് പറയും? നോ. ഇരമ്യാവ് ദൂത് പറഞ്ഞപ്പോ മിത്രങ്ങളല്ല ശത്രുക്കളാ ഉണ്ടായത്. ദൈവത്തിന്റെ പ്രത്യേകത, ഇന്നത്തെ ദൂത് പറയുമ്പോൾ എല്ലാവരും മിത്രങ്ങളായി മാറും. അന്നത്തെ ദൂത് പലരും ശത്രുക്കളായി മാറിയ ദൂതുകളാ. ഇന്ന് എനിക്ക് മനസ്സിലായത് പണ്ട് സ്തോത്രം, ഈ നമ്മുടെ ഭാര്യവരെ യോനാച്ചാൻ ദൂത് പറഞ്ഞപ്പോ സ്തോത്രം വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അച്ഛന്റെ ദൂത് അങ്ങനെ ആയിരുന്നു, പ്രവാചകന്റെ ദൂത് അങ്ങനെയായിരുന്നു. സ്തോത്രം. കേൾക്കാൻ ഇമ്പമുള്ളതേ നമ്മൾ എടുക്കത്തുള്ളൂ. അല്ലെ? ഭാര്യവരെ യോനാച്ചാൻ വീട്ടിൽ ചെന്നപ്പോൾ ഭയങ്കര പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുമടക്കാൻ പ്രായിട്ട് ഇരിക്കാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന് കുറവെല്ലാം അങ്ങ് വിളിച്ചു പറഞ്ഞു. സ്തോത്രം. കുറവെല്ലാം അങ്ങ് വിളിച്ചു പറഞ്ഞു. സ്തോത്രം. അതെ, അന്നത്തെ പ്രവാചകന്മാര് ഇന്നത്തെ പ്രവാചകന്മാര് തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ സൂപ്പ് എന്നുള്ള നമ്മളൊന്നും മിണ്ടുന്നില്ലല്ലോ. കാരണം നിലനിൽപ്പ് നോക്കണ്ടേ അച്ഛാ? ഇല്ല ഡേസി ആൻറ്റി, നിലനിൽപ്പ് നോക്കണം. നിലനിൽപ്പ് നോക്കിയെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. കഴിഞ്ഞ ഡേയിൽ ആരോ ആണോ തോന്നുന്നു എന്നോട് പറഞ്ഞത്, സ്തോത്രം പാസ്റ്ററെ, ഈ കാലഘട്ടങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് നമ്മൾ കൃപാവരങ്ങളൊക്കെ ജ്വലിപ്പിക്കണം, എന്നെങ്കിൽ മാത്രമേ ശുശ്രൂഷ കിട്ടത്തുള്ളൂ. സ്തോത്രം. അന്നേരം ശുശ്രൂഷ കിട്ടണമെങ്കിൽ നമ്മൾ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കണം. അന്നേരം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, സ്തോത്രം, കൃപാവരങ്ങൾ മാത്രമായി ശുശ്രൂഷകൾ ഒതുങ്ങുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന് പലപ്പോഴും പ്രാധാന്യങ്ങളില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താ കാര്യം? ജനം പ്രാധാന്യം കൊടുക്കുന്നത് കൃപാവരങ്ങൾക്ക് മാത്രമാണ്. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഭാഷാവരം നിന്നുപോകും, കൃപാവരങ്ങൾ നിന്നുപോകും. ഒരു സീസൺ കഴിയുമ്പോൾ ഇതൊക്കെ അസ്തമിക്കും. പക്ഷെ ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ലെന്നേ. മാറ്റമില്ല. ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. നമ്മള് ഈ നിൽക്കുന്ന ലിജുപാസ്റ്റും മരിക്കും. സ്തോത്രം. ചെറിയാഞ്ച, പക്ഷെ നമ്മളൊക്കെ മരിക്കും. പക്ഷെ ദൈവം പറഞ്ഞ ദൂതിനോ ദൈവം പറഞ്ഞ വചനത്തിനോ മാറ്റമില്ല. അത് മരിക്കുന്നതല്ല. ഇന്ന് എന്നേക്കും സ്ഥിരപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം. ഇന്ന് പകൽ വിശ്വാസത്തോടെ പറ, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരപ്പെട്ട്. അതാ എന്റെ കരങ്ങളിൽ ദൈവം തന്നിരിക്കുന്നത്, അതാ ഞാൻ ചുമക്കുന്നത്. ഇന്ന് പകൽ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരപ്പെട്ടിരിക്കുന്ന ഒരു പ്രമാണമാ ഇന്ന് പകൽ ഞാൻ എന്റെ കരത്തിനകത്ത് ഏമ്പിയിരിക്കുന്നത്, ഞാൻ എന്റെ കരത്തിനകത്ത് വഹിക്കുന്നത്. ഇന്ന് പകൽ അങ്ങനെ ഉറപ്പുള്ളവർ പറ, ആ വചനമൊക്കെ നെഞ്ചോട് ചേർത്ത് പറയണം, കർത്താവേ, ഇതുകൊണ്ടാ എന്നെ ന്യായം വിധിക്കാൻ പോകുന്നത്, ഇതിനകത്തു നിന്ന് എന്നെ ന്യായം വിധിക്കാമെന്ന് സത്യമാ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ സ്തോത്രം, അയോഗ്യനായിട്ടല്ല, ഒരു യോഗ്യതയോടുകൂടെ കയറി നിൽക്കാൻ കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കാൻ ഇന്ന് പകൽ എത്ര പേർക്ക് കഴിയും? സ്തോത്രം. അച്ഛാ, ഉപവാസം 7 ആയാലും 14 ആയാലും 21 ആയാലും 40 ആയാലും എന്തിനാ അച്ഛാ ഇരിക്കുന്നത്? ഉപവസിക്കാതിരിക്കുന്നേ എന്തിനാ? മീനാണ്ടി ഉപവസിക്കാതിരിക്കുന്നേ? ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അകത്ത് മനുഷ്യനൊന്ന് പുതുക്കപ്പെടണം. അവൻ കുറവുകൾ തീർന്നവനായി, അവൻ സ്തോത്രം ഹല്ലേലൂയ, അവൻ ചിറകുകൾ മുളച്ചവനായി. കർത്താവിന്റെ കാഹളം ഇന്ന് മുഴങ്ങിയാൽ, ഈ സെക്കൻഡ് മുഴങ്ങിയാൽ പറക്കാൻ പാകത്തിൽ ഒരുങ്ങാൻ വേണ്ടിയാ ഉപവസിക്കുന്നേ. സ്തോത്രം. നിങ്ങൾ എന്തിനാ ഉപവസിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഉപവസിക്കുന്നത് അതിനു വേണ്ടിയാ. ഇന്ന് പകൽ ഞാൻ നിയോഗത്തോടൊരു പദം പറയാൻ കേട്ടോ. ലോകത്തിനകത്ത് വിജയിച്ച 50 രൂപ കിട്ടാൻ വേണ്ടി ഉപവസിക്കരുത്. ഹലോ, എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് അറിയാം എനിക്ക് എന്തൊക്കെ വേണം. സ്തോത്രം.
അത് ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹെരോദാവിന്റെ കാലഘട്ടത്തിലാണ് യേശു കർത്താവ് മറിയുടെ ഉദരത്തിനകത്ത് പരിശുദ്ധാത്മാവിനാൽ ഉരുവാകുന്നത്. ദൂത് പറഞ്ഞ ദൈവത്തിനറിയാം വാഴ്ത്തത്വത്തെ എങ്ങനെ സംരക്ഷിക്കണമെന്ന്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ദൂത് പറഞ്ഞ ദൈവത്തിനറിയാം എങ്ങനെയൊക്കെ വാഴ്ത്തത്വത്തെ പുറത്തു കൊണ്ടുവരണമെന്ന്. അതിനകത്തൊരു പാക്കേജാണ് കഷ്ടത എന്ന് പറയുന്നത്. ഇച്ചിരി ഓട്ടവും ഇച്ചിരി പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. സ്തോത്രം. ചിലപ്പോൾ സ്വന്തം നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോയി നിൽക്കേണ്ടി വരും. അതൊക്കെ അല്പകാലം മാത്രം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നു, അല്പകാലം മാത്രം. അടുത്തൊരു ദൈവശബ്ദം മുഴങ്ങുമ്പോൾ ഒരു മടങ്ങി വരവുണ്ട്. അച്ഛാ, നമ്മൾ അങ്ങനെ ഒരു വ്യക്തികള്. അല്പകാലത്തേക്ക് അപ്പൻ നമ്മളെ ഈ ഭൂമിയിലാക്കിയേക്കുക. ഈ ഭൂമിയിലെ തല വിടുമ്പോൾ പ്രാണപ്രിയന്റെ കൂടെ പറന്നു പോകണം. ഞാൻ ആ വാക്ക് പറയുമ്പോൾ എന്റെ കണ്ണ് നിറയുന്നു. എന്താ എനിക്കറിയില്ല. അല്പകാലത്തേക്ക് മാത്രം വീഴ്ച നമ്മൾ ദൈവം ആക്കി വെച്ചിരിക്കുന്നു. ഈ അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ ദൈവത്തിനെ അധികത്തിൽ വിചാരകനാക്കും. ഇന്ന് പക ഈ ലോകത്തിലാണെങ്കിലും മേളെ ലോകത്തിലേക്ക് നിനക്ക് പോകണമെങ്കിൽ ഇന്ന് പകൽ ഈ ലോകത്തിൽ നീ അല്പത്തിൽ വിശ്വസ്തനാകാൻ പഠിക്കുക. അല്പത്തിൽ വെറും അല്പനായിരിക്കാനല്ല പറഞ്ഞത്, അല്പത്തിൽ വിശ്വസ്തനായിരിക്കുക. ദൈവം നോക്കുന്നത് നിങ്ങൾ വലിയ സംഭവമാണെന്നൊന്നുമല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ദൈവം നോക്കുന്നത് നിങ്ങൾ 10 പേർക്ക് വീട് വെച്ച് കൊടുത്തോ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് വിശുദ്ധി പോയിട്ടുണ്ടോ, കളങ്കം പറ്റിയിട്ടുണ്ടോ. നന്മ ചെയ്യാന്ന് പറയുന്ന ഒരു പാർട്ട് മാത്രമാ. നന്മ ചെയ്യുന്നവർ മാത്രമായതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുന്നല്ല. സ്തോത്രം. അച്ഛാ, ഞാൻ 10 വീട് വെച്ച് കൊടുത്താൽ ഞാൻ സ്വർഗത്തിൽ പോകണമെന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെക്കാൾ മുമ്പേ വീട് വെച്ച് കൊടുത്തവരെ പലരും കയറിപ്പോകും സ്വർഗത്തിൽ. അങ്ങനെ ആണെങ്കിൽ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അടിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഫിലോകാലിയ പോലുള്ള ഫൗണ്ടേഷനുകൾ 100 കണക്കിന് വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവരും യേശുവിന്റെ നാമം തന്നെയാ പറയുന്നത് പലപ്പോഴും. അന്നേരം അവരൊക്കെ ആദ്യം പറന്നു പോകണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ. സ്തോത്രം. പക്ഷെ ദൈവം നോക്കുന്നത് അത് മാത്രമല്ല. കർത്താവ് പറഞ്ഞു, നന്മ ചെയ്യുന്നത് നീ മടുത്തു പോകരുത്. നന്മ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം മടുത്തു പോകാൻ സാധ്യതയുണ്ട് മീനാൻറ്റി. 100 രൂപ കൊടുക്കുന്ന നമ്മൾ 100 രൂപ കൊടുത്തവനായിരിക്കും നമ്മളെല്ലാം അപ്പുറത്ത് നിന്ന് പറമ്പിച്ച് നിന്ന് തെറി വിളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് എന്ത് ചെയ്യുന്നത്, അപവാദം പറയുന്നത്. മടുത്തു പോകരുത്. സ്തോത്രം. അവൻ നമുക്ക് എതിരെ നിന്നെന്ന് കരുതി നമ്മൾ ചെയ്യാനുള്ളത് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കണം. സ്റ്റോപ്പ് ചെയ്യരുത്. സ്തോത്രം. എന്നോട് ആത്മാവ് പറയുന്നത് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മൈൻഡ് ഉള്ളവർ ഇതിനകത്തുണ്ട്. വായ്ത്തത്വങ്ങളുണ്ട്, പക്ഷെ പലപ്പോഴും കൺഫ്യൂഷൻ. ഏത് തെരഞ്ഞെടുക്കണം, എങ്ങോട്ട് തിരിയണം, കർത്താവെ എന്ത് ചെയ്യണമെന്ന് പലപ്പോഴും അറിയാത്തവർ. അടരാചകൽ കനാദിയാല് വല്ലാതെ അങ്ങ് രണ്ടിനാരും ഞെരുങ്ങുന്ന ചിലരുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രാർത്ഥിച്ചായിരിക്കണമെന്ന് ആത്മാവ് ഇന്ന് പകൽ ദൂത് കൈമാറുന്നു. അടരഗതന വൈഡപ്രവാദിയാല ഗച്ഛത്തിയാതന. പ്രാർത്ഥിച്ച് ചില തെരഞ്ഞെടുപ്പുകൾ നടത്താൻ തയ്യാറാണെങ്കിൽ ഒരു ദൈവ പദ്ധതി തുറക്കപ്പെടും. സ്തോത്രം. നിശ്ചയമായിട്ട്. എന്താ അങ്ങനെ പറഞ്ഞ്? തെരഞ്ഞെടുപ്പ് പല വിധത്തിലുണ്ട്. നമ്മുടെ തന്നെ തെരഞ്ഞെടുപ്പുണ്ട്. നമ്മൾ ഒരെണ്ണം നല്ലതെന്ന് കണ്ടാൽ സ്തോത്രം അതിനെ എന്ത് ചെയ്യും? സ്തോത്രം. നമ്മളങ്ങ് ഉറപ്പിക്കുക ഇത് ദൈവഹിതമാണ്. സ്തോത്രം. ദൈവഹിതമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു കുഞ്ഞിന് സ്തോത്രം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളതല്ല, ഒരു കുഞ്ഞിന് കല്യാണാലോചന വന്നു. അന്നേരം 5 ആലോചന വന്നു. 5 ആലോചന. അന്നേരം 5ഉം അത്യാവശ്യം തരക്കേടില്ലാത്ത ആലോചനയാണ്. അന്നേരം ചെറിയാൻച്ച സ്തോത്രം ഈ നമ്മൾ പറയ അറ്റി സിറ്റി വാട്ടർ പിപി എന്നൊക്കെ പറയുന്ന പോലെ എന്താ പറയുക, കൊച്ചുങ്ങൾ കളിക്കുമ്പോൾ പറയാറുണ്ട്. സ്തോത്രം. അതുപോലെ കറക്കി കുത്തിയൊക്കെ നോക്കിയപ്പം സ്തോത്രം അതിനകത്ത് 3 പേര് അത്യാവശ്യം വെൽ സെറ്റിൽഡ് ആണ്. അന്നേരം 3 ഫാമിലീസ് അത്യാവശ്യം കാശുള്ളവരാണ്. അന്നേരം ബാക്കി 2 തള്ളി 3 സെലക്ട് ചെയ്തു. 3 സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇച്ചിരി കൂടെ റിച്ച് ആയിട്ടുള്ള ആളെ നോക്കി സ്തോത്രം. പക്ഷെ 3 പേര് വെളുത്തായിട്ടുള്ള കുറച്ചുകൂടെ നല്ല ആൾക്കാരെ നോക്കി സെലക്ട് ചെയ്തപ്പോൾ ഇത് ദൈവഹിതമായി. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഇതിലേതായി അത്യാവശ്യം കാശ് കൂടി ഒരാളെ തെരഞ്ഞെടുത്തപ്പോൾ ദൈവഹിതമായി. പിന്നെ ആര് ചോദിച്ചാലും പറയും ദൈവഹിതമാണ്. ഇപ്പൊ അവതാളത്തില്ല. ആ കുഞ്ഞിന്റെ ജീവിതം വല്ലാത്ത അവസ്ഥയില്ല. അന്നേരം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയാം. സ്തോത്രം. നമ്മൾ ഏതെങ്കിലുമൊക്കെ തെരഞ്ഞെടുത്ത് വെച്ച് ദൈവഹിതമാണെന്നും ദൈവത്തിന്റെ പെടലിക്ക് കൊണ്ടൊന്നും എന്ത് ചെയ്യരുത്,
വെക്കരുത്. നമ്മുടെ പല തെരഞ്ഞെടുപ്പും നമ്മൾ തെറ്റിപ്പോയെന്ന് മനസ്സിലായ പിന്നെ ആരാന്റെ മേലെ കൊണ്ടുവെക്കുന്ന പരിപാടിയാ നമുക്കുള്ളത്. ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. സ്തോത്രം. ചെറിയ നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യത്തിൽ തെറ്റ് പലപ്പോഴും സമ്മതിക്കുകയില്ല. അതിന് പകരം നമ്മൾ അടുത്ത് നിൽക്കുന്നവന്റെ പറയും, നീ പറഞ്ഞിട്ടല്ലയോ അത് ചെയ്യുന്നത്. ആണോ? നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. ഈ പുള്ളി അത് പറഞ്ഞില്ലായിരുന്നു, ഞാനത് ചെയ്യത്തില്ലായിരുന്നു, ഞാൻ ആലോചിക്കത്തു പോലും ഇല്ലായിരുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നു. ഞാൻ ഈ പറഞ്ഞ സിമ്പിൾ കാര്യങ്ങളാ. പക്ഷെ ഇതൊക്കെ ഇതിനകത്ത് ഇരിക്കുന്ന ചിലരെ നോക്കി ആത്മാവ് പറയുന്ന കാര്യങ്ങളാ. സ്തോത്രം. ദൈവം നിങ്ങൾ ഈ ചെറിയ കാര്യത്തിനൊക്കെ ഇത്രയുണ്ടോ ഭാഷ? ഉണ്ട്. ഇതൊക്കെയാ ദൈവം നോക്കുന്നത്. ചെറിയ കാര്യം. നമ്മൾ ചെറുതെന്ന് പറയുന്നില്ലയോ? ചെറുത് ഒന്നുമില്ലല്ലോ കർത്താവേ എന്ന് പറയുന്നില്ലയോ? ആ സാധന കർത്താവിന് ഏറ്റവും വിലപിടിപ്പുള്ളത്. സ്തോത്രം. ചെറിയ കാര്യങ്ങൾ പോലും എന്തോ ചെയ്യും? മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ദൈവം എന്തോ ചെയ്തിട്ടുണ്ട്? നോട്ട് ചെയ്യുന്നുണ്ട്. സ്തോത്രം. ഞാൻ വിശ്വസ്തയാണോ എന്ന് സ്തോത്രമല്ല, ഒരുപക്ഷെ അജയിച്ചാൻ അറിയത്തില്ല, ബീനാൻഡിക്ക് അറിയത്തില്ല. പക്ഷെ എന്റെ ദൈവത്തിന് നല്ലതുപോലെ അറിയാം ലിജു എവിടം വരെ പോകും, ഏതറ്റം വരെ സഞ്ചരിക്കും, എന്തൊക്കെ ചെയ്യും, എങ്ങനെയൊക്കെ പോകും എന്നൊക്കെ ദൈവത്തിന് നല്ലപോലെ അറിയാം. ഞാൻ ആരെയാ കളിപ്പിക്കാൻ നോക്കുന്നേ? എന്നെ അറിയുന്നവനെ ഞാൻ കളിപ്പിക്കാൻ നോക്കുന്നേ. എന്നെ അറിയുന്നവനെ എന്നെ കാണുന്നവനെ ഞാൻ കളിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സ്തോത്രം, ഭൂമിയിൽ കാണാത്തവരെയൊക്കെ കളിപ്പിക്കാച്ചാ, പക്ഷേ കാണുന്നവനെ കളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സ്തോത്രം നടക്കുന്ന കാര്യമല്ല. സ്തോത്രം. എത്ര നാള് പറ്റിക്കും അല്ലേ? സ്തോത്രം. എത്ര നാള് പറ്റിക്കും? ദൂതും കേട്ട് സ്തോത്രം പ്രാർത്ഥിച്ച് എത്ര നാള് നടക്കുവച്ചാ? സ്തോത്രം. കർത്താവിന്റെ വരവിങ്ക പൊങ്ങുകയല്ല. അവിടെയാ പ്രശ്നം. പൊങ്ങാൻ പറ്റുകയല്ല. ഭാരം കൂടും തോറും, ഭൂമിയുമായുള്ള ബന്ധം ആഴത്തിലാകും തോറും സ്തോത്രം നമുക്ക് പൊങ്ങാൻ പറ്റുകയല്ല. ഭൂമി നമ്മളെ ഇങ്ങനെ വലിക്കും താഴേക്ക്. സ്തോത്രം. പ്രൈസലോ. ഉയരത്തിലെ കർത്താവ് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഇതിനകത്ത് 52 ഡിവൈസ് ഉണ്ട്. 52 ഡിവൈസുകൾ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇതിനേക്കാൾ കൂടുതലായിരുന്നോ കുറവായിരുന്നോ ഇതൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ സ്തോത്രം 52 ഡിവൈസുകൾ ഇതിനകത്തുണ്ട്. സ്തോത്രം. എത്ര പേര് എക്സിറ്റ് ആവുന്നു അറിയത്തില്ല. എക്സിറ്റ് ആവുന്നവർക്ക് നോ പ്രോബ്ലം. ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾക്ക് എക്സിറ്റ് ആവേണ്ടവർക്ക് എക്സിറ്റ് ആവാം, നോ പ്രോബ്ലം. സ്തോത്രം. നിങ്ങൾ 500 കോട്ട് പഠിക്കുന്നതിനേക്കാൾ നല്ലത് സ്തോത്രം പ്രൈസലോ എക്സിറ്റ് ആവുന്നതാണ്. പ്രൈസലോ. പലപ്പോഴും സത്യസന്ധമായ വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് എന്റെ ഒരു കൂട്ടായ്മയ്ക്കകത്ത് ഞാൻ പ്രസംഗിക്കുന്നത് പോലെയാണ് ഞാൻ ഇതിൽ പ്രസംഗം. കാരണം ബീനാൻഡിയെ സംബന്ധിച്ച് അതുപോലൊരു പ്രൈസലോ എന്ത് ചെയ്യാനാ പറയുക, സ്വാതന്ത്ര്യം എപ്പോഴും ശുശ്രൂഷയ്ക്കകത്ത് തന്നിട്ടുണ്ട്. പ്രൈസലോ. ഇന്ന് പകൽ സ്വന്തം ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവം എന്തു പറയുന്നു അത് പറയുക, മുഖപക്ഷം കൂടാതെ പറയാൻ പറ്റണം. വിചാരിച്ച ദൈവം എന്തു പറയുന്നു അത് പറയണം. മുഖപക്ഷമില്ല. ഏത് കാലഘട്ടത്തിലും ദൈവം അതാ നോക്കുന്നേ. അച്ഛൻ 2 പ്രാവശ്യം ദൈവം പറഞ്ഞതൊന്നും മറച്ചു വെച്ച് നോക്കിയേ. ദൈവം പിന്നെ സംസാരിക്കത്തില്ല. ദൈവം സംസാരിക്കാതെ വരുമ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് ചിലത് ഇടാൻ തുടങ്ങും. പിന്നെ പ്രശ്നമാ. പിന്നെ പ്രശ്നം വരുന്നേ കയ്യിൽ നിന്ന് ദൂത് പറയാൻ തുടങ്ങും. ഇതല്ലയോ ഈ ഇരമ്യാ പ്രവചന പുസ്തകം 28-ാം അധ്യായത്തിലാന്ന് തോന്നുന്നു. കയ്യിൽ നിന്നൊക്കെ ദൂത് വരാൻ തുടങ്ങി. കയ്യിൽ നിന്ന് നിങ്ങളുടെ ന്യായവിധി ഇപ്പൊ പൊട്ടും. സ്തോത്രം. നിങ്ങളിപ്പോ അടിമത്തം പൊട്ടാൻ പോവുക. സ്തോത്രം. നിങ്ങൾ ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കാൻ പോവുക. നിങ്ങളുടെ സീസൺ ഇപ്പോൾ മാറാൻ പോവുക എന്നൊക്കെ അങ്ങോട്ട് ദൂത് വന്നപ്പോൾ യഥാർത്ഥമായി പ്രവചിക്കുന്നവൻ താടിക്ക് കയ്യും കൊടുത്തിട്ട് നോക്കുക, കർത്താവ് എന്നോട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോഴും ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ പറയുക, ഇതൊന്നും എന്നോട് ദൈവം പറഞ്ഞില്ലല്ലോ, ഇനി ദൈവം എന്നോട് കുറച്ച് വെച്ചാണ്. പുള്ളി പറഞ്ഞു കള്ളപ്രവചനോ. കള്ളപ്രവചനം പറഞ്ഞവൻ ആ അധ്യായം തീരുന്നതിന് മുമ്പേ അവന് ശവപ്പെട്ടി കിട്ടി. അവനെന്തോ കിട്ടി? ശവപ്പെട്ടി കിട്ടി. സ്തോത്രം. പക്ഷേ യഥാർത്ഥമായി നിൽക്കുന്നവൻ സ്തോത്രം, അവൻ ദൈവത്തിന് വേണ്ടി അടുത്ത ദൂതുകൾ പറയാൻ നാവുകൾ ചലിപ്പിക്കാൻ തുടങ്ങി. ഇന്ന് പകൽ ഞാൻ നിയോഗത്തൊരു പദം പറയാൻ കേട്ടോ. സ്തോത്രമല്ല, ചിലതൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ദൈവത്തിന്റെ വഴികളെ തെളിയിക്കുന്ന സീസണുകളാണ്. ഇന്ന് പകൽ ഞാൻ നിയോഗത്തോടെ പറയും, കതിരും തിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടെത്തിക്കാൻ പോകുകയാണ്. ചിലതൊക്കെ മാറിപ്പോവച്ച സ്തോത്രം. ഞാൻ യഥാർത്ഥത്തിൽ പറയാം, ഇപ്പൊ ഇലക്ഷൻ നടക്കുന്ന സമയമായി. ഇപ്പൊ ഇലക്ഷൻ നടക്കുക ബീനാൻഡി. സ്തോത്രം. കോൺഗ്രസിൽ നിന്ന് ചിലർ ചാടി പോവും, കമ്മ്യൂണിസ്റ്റ് ചിലർ ചാടി കോൺഗ്രസിൽ കയറും. സ്വതന്ത്രം. പിന്നെ അതും തിരിച്ച് BJP-യിലോട്ടും ചിലത് പോകുന്നുണ്ട്. അന്നേരം യഥാർത്ഥമായി നിൽക്കുന്നവരെ തിരിച്ചറിയുക എന്ന് പറയുന്നത് സ്വതന്ത്രം ഏറ്റവും എളുപ്പമായില്ലേ ചെറിയാൻ? അന്നേരം ചിലര്
പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്നവര് പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്നുണ്ട്. ഞാനിത് പറയുന്നത് ഞാൻ രാഷ്ട്രീയക്കാരനായ അങ്ങനൊന്നും അല്ല കേട്ടോ. സ്തോത്രം. എനിക്കൊരു പാർട്ടിയുടെയും പിൻബലമൊന്നും ഇല്ല. ഞാൻ പറയുന്നത് സ്തോത്രം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാ, സിമ്പിൾ ആയിട്ട്. സ്തോത്രം. പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്നവർ ഉറച്ചു എനിക്ക് പ്രസ്ഥാനം വിട്ട് ഞാൻ അങ്ങോട്ടും ഇല്ലെന്ന് പറയുന്നവരുണ്ട്. സ്തോത്രം. പക്ഷേ അധികാരം കിട്ടിയില്ലെന്ന് പറഞ്ഞു പോകുന്നവരുണ്ട്. സ്തോത്രം. അല്ലേ? എനിക്ക് അധികാരം കിട്ടിയില്ല, എന്നെ മാനിക്കേണ്ട പോലെ മാനിച്ചില്ല, എന്നെ സ്തോത്രം കരുതേണ്ടതുപോലെ കരുതിയില്ല, സ്തോത്രം എനിക്ക് 10 പൈസ ആരും തന്നില്ല, സ്തോത്രം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചാടി പോകുന്നവരെ ഇഷ്ടംപോലെ വരെ ഞാൻ കണ്ടു. ഈ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ന്യൂസ് തുറക്കാൻ പറ്റുകയില്ല, ഇപ്പൊ വാർത്ത കേൾക്കാൻ പറ്റുകയില്ല, അതുപോലെ അവസ്ഥയാണ്. സ്തോത്രം. നമ്മുടെ ആത്മീക ക്ഷീണിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് ആ ന്യൂസ് എല്ലാം പടച്ചു വിടുന്നത്. മൊത്തം കള്ളത്തരങ്ങളാ പറയുന്നത്. സ്തോത്രം. വാ തുറന്ന ഈ ലോകം എന്തോ ചെയ്തോണ്ടിരിക്കുക, കള്ളത്തരം പറയുക, റീച്ച് കൂടണം. സ്തോത്രം. ഹല്ലേലൂയ. 10 പേര് കേട്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശരിയായ ദിശയിലേക്കല്ല അച്ഛാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഈ ലോകത്തിലെ വാർത്തകളൊന്നും ശരിയായ ദിശയിലേക്കല്ല. പക്ഷെ കർത്താവിന്റെ വചനത്തിനകത്ത് വേണ്ടതെല്ലാം എഴുതിയിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, സ്തോത്രമല്ലേ, പലരുടെയും വിശ്വാസം, പലരുടെയും സ്നേഹം തണുത്തു പോകും. സ്തോത്രമല്ലേലൂയ. പലരും സ്തോത്രമല്ല കർത്താവിനെ വിട്ടിട്ട് മനുഷ്യ സ്വസ്നേഹികളാകും. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊക്കെ ദൈവത്തിന്റെ വചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. വാർത്ത വായിക്കേണ്ട ആവശ്യമില്ലെന്നേ. ദൈവത്തിന്റെ നാളെയെ കുറിച്ചുള്ള, കാലഘട്ടങ്ങളെ കുറിച്ചുള്ള പ്രവചനം ഈ ഗ്രന്ഥത്തിനകത്ത്, സ്തോത്രം. ഹല്ലേലൂയ, ഇതിനകത്ത് ആലേഖനം ചെയ്തിട്ടുണ്ട്. ദൈവശബ്ദം ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്. ഞാൻ ഒരു പദം പറയാം ദൈവമക്കളെ. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിനകത്ത് വേണ്ടതൊക്കെ ദൈവം ആലേഖനം ചെയ്തു വച്ചിരിക്കുക. ഇന്ന് പകൽ നമ്മുടെ വിശ്വാസം തണുത്തു പോകരുത്, നമ്മൾ സ്വസ്നേഹികളായി മാറരുത്, നമ്മുടെ സ്നേഹം തണുത്തു പോകരുത്. ഇന്ന് പകൽ വിശ്വാസത്തോടെ പറ, എന്റെ അപ്പനെ മുറുകെ പിടിക്കാൻ, അത് കഷ്ടതയിൽ മുറുകെ പിടിക്കാൻ. അച്ഛാ, ഒരു കാലഘട്ടത്തിൽ ദേവസ്വമാരെ, ഒരു കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി നടുവെ പിളർന്നു പോയവർ വരെയുണ്ട്. 2 കാല് കയറ് വലിച്ചു കെട്ടി, സ്തോത്രം, 2 വൃക്ഷത്തിനകത്ത് കെട്ടി, വില്ല് പോലെ വൃക്ഷം വളച്ചിട്ട്, സ്തോത്രം, അതിനകത്ത് കെട്ടും. സ്തോത്രം. ഹല്ലേലൂയ. പെട്ടെന്ന് ആ വൃക്ഷം അങ്ങ് വലിച്ചു കെട്ടി വൃക്ഷം അങ്ങ് വിടുമ്പോൾ, സ്തോത്രം, ആ മനുഷ്യന്റെ ശരീരം 2ആയി കീറിപ്പോകും. വലിയ സ്തോത്രമല എന്നാ പറയാ, വലിയ സ്തോത്രം സ്റ്റേജുകൾ ഒരുക്കിയിട്ടിട്ട് അതിന് നടുക്ക്, സ്തോത്രമല, രാജാക്കന്മാരൊക്കെ വന്ന് അതിനകത്ത് ഇരുന്ന്, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ ത്യജിച്ചു പറഞ്ഞാൽ വെറുതെ വിടാമെന്നൊക്കെ പറഞ്ഞ്, സ്തോത്രം. ഹല്ലേലൂയ, ആക്രോശം മുഴക്കുമ്പോൾ അവിടെ, സ്തോത്രം, 3-4 ദിവസം പട്ടിണിക്കിട്ടിരിക്കുന്ന സിംഹങ്ങളെ, കൂട്ടിനകത്ത് വളർത്തുന്ന സിംഹങ്ങളെ തുറന്നു വിടുമ്പോൾ, സ്തോത്രം, കടിച്ചു കീറി കുടഞ്ഞു കളഞ്ഞ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. സ്തോത്രം. ഇന്ന് നമ്മൾ മണ്ണിന് വേണ്ടി പോരാടുന്നു. ഹലോ. അന്നത്തെ മനുഷ്യർ വിണ്ണിന് വേണ്ടി പോരാടി. ഇന്ന് പകൽ ഞാൻ ആത്മനിയോഗത്തിന് പദം പറയുക. അജയിച്ച, ഇന്ന് നമ്മൾ മണ്ണ് വെട്ടിപ്പിടിക്കാൻ പോരാടുമ്പോൾ അന്നത്തെ മനുഷ്യർ ഈ മണ്ണെ പ്രതി മാണിക്യം കൈവിടത്തിൽ നിന്ന് പറഞ്ഞവരാ. ഈ മണ്ണെ പ്രതി ഈ മാണിക്യം കൈവിടാൻ എനിക്ക് പറ്റത്തില്ല, കയ്യിൽ മാണിക്യം പിടിച്ചിട്ട്, സ്വത്രം, അവര് പറഞ്ഞൊരു പദമുണ്ട്, വചനത്തെ കർത്താവിനെ മുറുകെ പിടിച്ചു പറഞ്ഞു, ഈ മാണിക്യം വിട്ടിട്ട് എനിക്ക് വേറെ ഒന്നും വേണ്ട, മണ്ണ് പോയാൽ എനിക്ക് ഒന്നുമില്ല, പക്ഷെ കർത്താവ് പോയാൽ, സ്തോത്രം, അച്ഛാ, മണ്ണ് പോയാൽ ഒന്നുമില്ല, പക്ഷേ കർത്താവ് പോയാലും. ഇന്ന് പകൽ നിത്യത പോയി. ഈശ, കർത്താവ് പോയാൽ നിത്യത പോയി. ഇന്ന് പകൽ ജീവിതത്തിനകത്ത് കർത്താവ് വേണമെന്നില്ല, ഇല്ലെങ്കിൽ എല്ലാം പോയി. സ്തോത്രം. എങ്ങോട്ടാ നമ്മൾ ഓടുന്നത്? എങ്ങോട്ട് നമ്മൾ എത്തിച്ചേരും? ലിനിയാൻറ്റി, നമ്മൾ എങ്ങോട്ടാ ഓടുന്നത്? അവർക്ക് അറിയാ. ഞാൻ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, എനിക്ക് ഉത്തരവും കിട്ടി. കാത്തിരിപ്പ് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് മനസ്സിലായി, കാത്തിരിക്കാനേ നേരമുള്ളൂ. പുള്ളി ഒരു കാര്യം ചെയ്തു, ആരാധിക്കാൻ തയ്യാറായി. ഇന്ന് പകൽ ഞാൻ ആത്മനിയോഗത്തൊരു പദം പറയുക, ജോസ് പാസ്റ്ററെ, കാത്തിരിപ്പ് ഒരു ആരാധനയായി മാറിയാൽ ഇന്ന് പകൽ നടക്കാത്ത പല അത്ഭുതങ്ങളും നമ്മുടെ മുമ്പിൽ വെളിപ്പെടും. റോബിച്ച, കാത്തിരിപ്പ് ഒരു ആരാധനയായി മാറിയാൽ നമ്മുടെ പരാജയം എവിടാന്നറിയാമോ? കാത്തിരിപ്പ് ഒരു ആരാധനയാകാത്തതാ. കാത്തിരിപ്പ് ഒരു സംശയമായി മാറി. കാത്തിരിപ്പ് ഒരു വിശ്വാസക്കുറവായി മാറി. കാത്തിരിപ്പ് പലപ്പോഴും നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരു മേഖലയായി മാറി. പക്ഷേ ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, കാത്തിരിപ്പ് ഒരു ആരാധനയായി മാറിയാൽ
അഠരകരകരല വൈഡപ്രവാദിയാല ഗക്ഷസിയാവന. നമ്മുടെ കാൽ പേടമാൻ കാൽ പോലെ റബലകരക ചലിക്കാൻ തുടങ്ങും. ഉന്നതിയിന്മേൽ അവൻ നിൽക്കുമാറാക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ പറ, എന്റെ കാൽ പേടമാൻ കാൽ പോലെ ആകാൻ പോകുകയാണ്. മാൻപേടെ കാൽ പോലെ എന്റെ കാലുകളെ ദൈവം മാറ്റും. അവൻ എന്നെ ഉന്നതികളിന്മേൽ നിർത്താൻ പോകുകയാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ആദരങ്ങൾ തുറന്ന് ഞാൻ ഉന്നതങ്ങളിൽ എത്തുന്നത് ആരാധന കൊണ്ട്. ഇന്ന് പകൽ കാത്തിരിക്കുന്ന ഞാൻ ആരാധിക്കും, എന്റെ ദൈവത്തെ ഞാൻ ആരാധിക്കും. തന്നെ വൈരപ്രഭാതന ഘടകസിയാവന. എത്ര പേർ ആദരങ്ങൾ തുറന്ന് ആരാധിക്കാൻ തയ്യാറുണ്ട്? എത്ര പേർ നാവുകൾ തുറന്ന് ആരാധിക്കാൻ തയ്യാറുണ്ട്? ഇന്ന് പേർ ആദരങ്ങൾ തുറന്ന് പറ, ഞാൻ കാത്തിരിക്കാൻ തയ്യാറാ. ഇന്ന് എന്റെ കാത്തിരിപ്പ് ആരാധനയാണ്. റബന ഹതനകരകഥന വൈരപ്രഭാതന ഘടകസിയാവന ലംശകാര വൈരപ്രഭേനിയാതനാഥ. രക്തത്താല ചെയ്യും. ഡിസിഷനുകൾ പലവിധമുണ്ട് ബിനാലി. ഡിസിഷൻ പലവിധമുണ്ട്. അബ്രഹാമിനോട് ദൈവം വാഴ്ചത്വം പറഞ്ഞു 75-ാമത്തെ വയസ്സ്. അബ്രഹാമേ, ഒരു വാഴ്ചത്വം ഞാൻ നിനക്ക് തരിക. 75 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് അങ്ങോട്ട് കാത്തിരിപ്പ് ഭയങ്കര. വിശ്വാസത്തിന്റെ പിതാവ് അബ്രഹാം. പക്ഷെ എവിടോ ഒരു ഇച്ചിരി പ്രോബ്ലം. അബ്രഹാം ഓർത്തു, നിർജീവത്വം അല്ലേ, നടക്കത്തില്ല. സാധ്യത കുറവല്ലേ ബിനാൻഡി? സാധ്യത കുറവാ. പ്രായമായി, നടക്കാൻ സാധ്യത കുറവാ. അപ്പോൾ സാറായുടെ അകത്ത് ചെന്ന് വന്ന് ഇനി ഒരു കാര്യം ചെയ്യും, നമുക്ക് ദൈവം വെച്ചിരിക്കുന്നത് ചിലപ്പോൾ ഈ ഹാഗാറിലൂടെ ആയിരിക്കും. ദൈവം വെച്ചിരിക്കുന്ന വാഴ്ത്തത്വം ഹാഗാറിലൂടെ ആയിരിക്കും. അതുകൊണ്ട് വിചാരിച്ച തീരുമാനം മാറി. അവര് ചിന്തിച്ചു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തേക്കാം, ഹാഗാറിലൂടെ ഒരു തലമുറ. സ്തോത്രം. ഇതാ നമ്മൾ പലപ്പോഴും എടുക്കുന്ന ഡിസിഷനുകൾ, തീരുമാനങ്ങൾ. സ്തോത്രം. ദൈവത്തിന്റെ സ്തോത്രം. പലപ്പോഴും ദൈവമല്ല പലപ്പോഴും നമ്മളെ ഈ പ്രശ്നത്തിൽ കൊണ്ട് ചാടിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ടത്. നമ്മൾ തന്നെ ഈ കുഴികളിൽ പോയി ചാടുന്നത്. സ്തോത്രം. ഈ ചെറിയാൻച ഒന്നാമത്തെ പ്രശ്നം, അബ്രഹാം മിസ്രൈമിൽ പോയപ്പം ഹാഗാറിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രശ്നം, അതേ ഹാഗാറിനെ സ്തോത്രം ഹല്ലേലൂയ അതിലൂടെ തലമുറയെ കൊണ്ടുവന്നു എന്നുള്ളതാ രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം, പ്രൈസ് ദി ലോർഡ്, ഈ രണ്ട് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മൂന്നാമതൊരു പ്രശ്നമായിട്ട് വാഴ്ചത്വ സന്തതിക്ക് നേരെ സ്തോത്രം പ്രൈസ് ഇശ്മായേൽ മാറിയത്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? എന്റെ ചോദ്യം, പിന്നെ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ചുവന്നുകൊണ്ട് വന്നതല്ലേ, കളയാൻ പറ്റുമോ? പറഞ്ഞേ, നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. ഇന്ന് പകൽ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ജോസ് പാസ്റ്ററെ, ഈ വാഴ്ത്തത്വം കേട്ടതാരാ? അബ്രഹാമും സാറായിയൊക്കെയാ. പക്ഷെ ഈ ജീവിതയാത്രയ്ക്കകത്ത് എവിടെയൊക്കെയോ വാഴ്ത്തത്വത്തിനകത്ത് ഒരു കോംപ്രമൈസിന് തയ്യാറാവുക. ഇനി നടക്കത്തൊന്നുമില്ല, ഇനി കോംപ്രമൈസ് ചെയ്യുന്നേ നല്ലത്. ഇനിയിപ്പോൾ ഹാഗാർ ഉണ്ടല്ലോ, നമ്മുടെ പ്രശ്നം എപ്പോഴും നമ്മൾ ഉള്ളതിനകത്തോട്ട് ഇങ്ങനെ നോക്കുക. സ്തോത്രം. വിളിച്ച ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ പലപ്പോഴും ആ സമയങ്ങളിൽ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. സ്തോത്രം. ദൈവത്തോട് ഒരു വാക്ക് ചോദിക്കാൻ നമ്മൾ തയ്യാറല്ല. അതിന് മുമ്പിട്ട് നമ്മുടെ തീരുമാനമൊക്കെ എടുത്തു, നമുക്കൊരു തലമുറ വേണം. അത്തരം വാഴ്ത്തത്വത്തിന് വേണ്ടി എന്ത് ചെയ്യുക? ദൈവത്തിൻ്റെതല്ലാത്ത വഴികളെ തിരഞ്ഞെടുക്കുന്നത് ശരിയല്ല. അത് നിങ്ങൾക്ക് ദോഷമായി മാറും, നിങ്ങൾക്ക് കെണിയായി മാറും. പിശാചിന്റെ ആഗ്രഹം ബീച്ച അത് തന്നെയാ. അതല്ല, നിങ്ങൾ കെണി ചെന്ന് ചാടണോ അവന്റെ ആഗ്രഹം. സ്തോത്രം. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, സ്തോത്രം, വിളി എന്നുള്ളത് ചെറിയ കാര്യമല്ല. ദൈവശബ്ദം കേട്ടിറങ്ങുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അബ്രഹാം കേട്ടത് ദൈവശബ്ദം കേട്ടാ ഇറങ്ങിയത്, ദൈവശബ്ദത്തിലാ യാത്ര ചെയ്തത്, ദൈവശബ്ദത്തിനനുസരിച്ചാ മൂവ് ആയത്. പക്ഷേ എവിടെയൊക്കെയോ ദൈവശബ്ദത്തെ കേൾക്കാതെ സ്തോത്രം സ്വയം ചലിച്ച ചില നിമിഷങ്ങളുണ്ട്. ശൗല് ദൈവശബ്ദം കേൾക്കാൻ വെയിറ്റ് ചെയ്യാതെ സ്തോത്രം ഒരു വെളിച്ചപ്പാടത്തിന് അടുത്ത് പോയി. നമ്മളിങ്ങനെയാ, നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. പല വെളിച്ചപ്പാടത്തിന് അടുക്കലാ നമ്മൾ നിൽക്കുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞ ദൂത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. പല വെളിച്ചപ്പാടത്തിന് മുമ്പിൽ നിന്നോണ്ടാ നമ്മുടെ സംഭാഷണം മുഴുവൻ. സ്തോത്രം. പക്ഷേ പുതിയ നിയമത്തിനകത്ത് വന്നപ്പോൾ ഒരു വെളിച്ചപ്പാടത്തി പച്ചന്റെ പുറകെ കൂടിയിട്ടുണ്ട്. സ്തോത്രം. പച്ചന്റെ പുറകെ കൂടിയിട്ടുണ്ട്. പച്ചൻ ചെയ്തത്
ചേച്ചി നല്ല ദൂതാ പറഞ്ഞ ആമേനെന്ന് പറഞ്ഞ് സ്വീകരിക്കാതെ പെട്ടെന്ന് എന്റെ അധികാരത്തിനകത്ത് ദൈവം കൊടുത്ത അധികാരത്തിൽ ഒരു ശാസിച്ചു. സ്തോത്രം. കോംപ്രമൈസിന് തയ്യാറല്ല പൗലോസെ, കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് ഞാൻ കോംപ്രമൈസ് തയ്യാറല്ല. കേട്ട ദൂത് സത്യമല്ലയോ വീഴ്ച? അവള് പറഞ്ഞത് പക്ക ദൂത. വള്ളിയില്ല, പുള്ളിയില്ല, തെറ്റില്ല. സ്വത്രം നിങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരാ. സ്വത്രം ഹല്ലേലൂയ. ഇന്നിന്നതാ നിങ്ങൾ കാര്യമൊക്കെ സത്യമാ. നീ പറഞ്ഞത് വളരെ സത്യമാ. വെളിച്ചപ്പാടത്തി പറഞ്ഞ വളരെ സത്യമാ ജോസ് പാസ്റ്ററെ, ഭയങ്കര സത്യമാ. പക്ഷെ കോംപ്രമൈസ് ചെയ്യാൻ പൗലോസിന് മനസ്സില്ല. സ്തോത്രം. കാരണം ആത്മാവ് വേറെയാ. ഹലോ പറഞ്ഞേ, ആത്മാവ് വേറെയാ. നമ്മൾ ഇന്ന് വേറെ ചില ആത്മാവിന് കോംപ്രമൈസ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പറഞ്ഞാൽ ഈ ദൂതൊക്കെ ആരോടാ പറയുന്നത് എനിക്ക് ഒരു സ്തോത്രം പിടിയില്ല. ഇന്ന് പകൽ രാത്രിയിൽ ഈ പകൽ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് ആരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അധര ഘടക ശമ്പൽ ഖമാനിയാതന ഘടക സിയാതന. കോംപ്രമൈസ് ചെയ്യരുത്. ആത്മാവിന് അത് ഇഷ്ടമല്ല. സ്തോത്രം. പിന്നെ ഇത്രയും ദിവസങ്ങൾ 7 ദിവസമല്ലേ സ്തോത്രം, 7 ദിവസത്തെ ഉപവാസമായിരുന്നു. ഈ 7ാമത്തെ പകലില് സ്തോത്രം ദൂതും കേട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ 6 രാത്രിയും പകലും നിങ്ങൾ ദൂത് കേൾക്കുമായിരുന്നു, വചനം കേൾക്കുമായിരുന്നു. സ്തോത്രം. എന്റെ ചോദ്യം, ഇത്രയും ദിവസത്തെ വചനത്തിനകത്തും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എന്താണ് നിങ്ങൾ സ്വീകരിച്ചത്? എന്താണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത്? എന്ത് മാറ്റമാണ് നിങ്ങൾ ജീവിതത്തിനകത്ത് കൊണ്ടുവന്നത്? ഹലോ, ഒരു മാറ്റമെങ്കിലും. എന്റെ പ്രാർത്ഥനയുടെ ദൈർഘ്യം കൂടിയോ? എന്റെ വചന ധ്യാനത്തിന്റെ ദൈർഘ്യം കൂടിയോ? എന്റെ ജീവിതത്തിനകത്ത് ഒരു കുറവ് ഞാൻ നികത്തിയോ? ഹലോ, ഇന്ന് പകൽ ഞാൻ ആത്മനിയോഗത്തോടെ ചോദിക്കുക, വിജയിച്ച നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവെങ്കിലും നികത്താൻ ഈ പ്രാർത്ഥന കൊണ്ട് നമുക്ക് പറ്റിയോ? ബീനാന്റിക്ക് കാശുള്ളത് കൊണ്ടല്ല ഈ മീറ്റിംഗ് ഇത്ര നടത്തുന്നത്. ഞാൻ നിശ്ചയത്തോടെ പറയാം, നമ്മളെല്ലാവരും നിത്യരാജ്യത്ത് എത്തണമെന്നുള്ള ആഗ്രഹമാണ്. വഴിതെറ്റിപ്പോകരുത്. നമ്മൾ വഴിതെറ്റിപ്പോകരുത്. കർത്താവിന് ചെല്ലാൻ പാകത്തിന്, കർത്താവിന്റെ അടുക്കൽ ചെല്ലാൻ പാകത്തിന് നമ്മൾ ഒരുക്കമുള്ളവരായി മാറണം. കർത്താവ് എന്തിനാ ബദലച്ച ജീവൻ തന്നത്? ഈ ലോകത്തോട് കോംപ്രമൈസ് ആകാനാണോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കർത്താവിന് വരണ്ടായിരുന്നല്ലോ. കോംപ്രമൈസ് ആകാനല്ല, കോംപ്രമൈസ് ആകാതിരിക്കാനാ. രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു കൂട്ടത്തെ കർത്താവിന് വേണം. കളങ്കമില്ലാത്ത ഒരു കൂട്ടത്തെ കർത്താവിന് വേണം. ഞാനിപ്പോ അത് പറയുമ്പോൾ എന്റെ കണ്ണുകളൊക്കെ നിറയാതെ മക്കളെ, എനിക്ക് വലിയ പ്രസൻസ് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്, വലിയ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഈ സാന്നിധ്യം എന്തോ നിത്യതയെക്കുറിച്ച് പറയുമ്പോൾ എന്റെ അകം വല്ലാതെ വെമ്പുക. ഇന്ന് പലരും ഒരുങ്ങുന്നത് ലോകത്തിലെ പലതും പ്രാപിക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു, വെട്ടിപ്പിടിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അച്ഛാ, കാലം അതിന്റെ അവസാനത്തിലേക്ക് തിരിയുമ്പോൾ എനിക്ക് ഒരു കാര്യം ബോധ്യമുണ്ട് വിജയിച്ച, നമ്മുടെ ആ പ്രാണനാഥന്റെ വരവ് അടുത്തിരിക്കുക. ഒരുങ്ങിയേ പറ്റൂ. കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. ശൗല്, പഴയ നിയമത്തിൽ ഒരു ശൗല് വെളിച്ചപ്പാടത്തിയുടെ മുമ്പിൽ കോംപ്രമൈസ് ആകുമ്പോൾ, പുതിയ നിയമത്തിനകത്തൊരു ശൗല് കോംപ്രമൈസ് ആയില്ല. ഞാൻ നിയോഗത്തൊരു പദം പറയുക, എടാ എല്ലാ ശൗലുമാരും അങ്ങനെയാണെന്ന് നീ ചിന്തിക്കല്ലേ കേട്ടോ. കോംപ്രമൈസ് ആകാത്ത ശൗലുമാരും ഉണ്ട്. സ്തോത്രം. ഇന്ന് പകൽ ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, കോംപ്രമൈസ് ആകാത്ത ശൗലുമാരെ കർത്താവിന് വേണം. ദൈവിക അധികാരത്തിനകത്ത് നിൽക്കുന്ന ശൗലുമാരെ കർത്താവിന് വേണം. വിട്ടതിലേക്ക് തിരിഞ്ഞു പോകാത്ത, റമനഗതനഘടകസിയാതന, ശബ്ദിച്ചതിനകത്തേക്ക് തിരിഞ്ഞു പോകാത്ത ഒരു ശൗലുമാരെ കർത്താവിന് വേണം. ഇന്ന് പകം നിയോഗത്തോട് ആത്മാവ് പറയുന്നു, തിരിഞ്ഞ് എവിടേക്കാ ഓടുന്നേ, എവിടേക്കാ അലയുന്നേ? ഇന്ന് പക സ്തോത്ര കോംപ്രമൈസ് അല്ല നമ്മുടെ വിഷയം. ഇന്ന് പക സ്തോത്ര അത്തിവൃക്ഷം തളർത്തില്ലെങ്കിലും, മുന്തിരിവള്ളി അനുഭവം തന്നില്ലെങ്കിലും, ഇനി സ്തോത്രമല്ല കന്നുകാലികളെ ഒന്നും എനിക്ക് നന്മ തന്നില്ലെങ്കിലും, ഞാൻ എന്റെ ദൈവത്തിൽ ആനന്ദിക്കാൻ തയ്യാറാ. ഞാൻ എന്റെ ദൈവത്തിൽ ആനന്ദിക്കാൻ തയ്യാറാ. എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ചുല്ലസിക്കാൻ തയ്യാറാ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അവനാ എന്റെ ബലം.
രക്തത്താല ചെയ്യും. രക്തത്താൽ നമുക്ക് പറയാ, യഹോവയായ കർത്താവിന്റെ ബലമാകുന്നു. അവന്റെ കാലുകളിൽ മാൻപേരുടെ കാലുകൾക്ക് തുല്യമാക്കി. ഉന്നതികളിൽ മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ഇന്ന് പകൽ ഞാൻ നിൽക്കേണ്ടത് താഴ്വാരത്തിനകത്തല്ല. പ്രാർത്ഥന തുടങ്ങിയത് താഴ്വാരത്തിനകത്താണെങ്കിൽ പ്രാർത്ഥന അവസാനിക്കുന്നത് ഉന്നതങ്ങളിലാണ്. ഇന്ന് പകൽ ഞാൻ നീയോത്തൊരു പദം പറയാ, നീ തുടങ്ങിയത് താഴ്വാരത്തിൽ കണ്ണുനീരിനകത്താണെങ്കിൽ, നിന്റെ പ്രാർത്ഥന തുടങ്ങിയത് ഒരു കണ്ണുനീരിനകത്താണെങ്കിൽ, ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥന അവസാനിക്കുന്നത് ഒരു ഘോഷത്തിനകത്താണ്, ഒരു ഉല്ലാസം കൊണ്ടാണ്, ഒരു ഉന്നതി കൊണ്ടാണ്. ഇന്ന് പകൽ ആത്മാവിൽ വിശ്വസിക്കുന്ന പറയണോ, എന്റെ ഉന്നതി സംഭരപ്രഭാവന. ഇന്ന് പകൽ ആത്മാവിൽ ആരാധിക്കാൻ കഴിയുന്ന അല്പമിനിറ്റ് ആത്മാവിൽ ആരാധിച്ചു. അർത്ഥരെ ജഗൽ കമലഗതന വൈരപ്രഭാവന. ഇന്ന് പ്രവാഹത്തിനകത്ത് ആ കരങ്ങളൊക്കെ ഒന്ന് തട്ടിയിട്ട് ഇന്ന് പകൽ ദൈവത്തെ അന്യഭാഷയിൽ അന്തൽ കമലഗതന ഞാൻ എന്റെ കർത്താവിനെ എതിരേൽക്കാൻ വേണ്ടി ഒരുങ്ങുക. അർത്ഥരെ ജഗൽ കനാദിയാവന അതിന്റെ അകത്തളത്തിനകത്ത് ഹൃദയത്തുടിപ്പിനകത്ത് കിടങ്ങട്ടെ. ഉടവല ഞാൻ ഇന്നലേക്കാൾ ഞാൻ ഇന്നെന്റെ പ്രിയന്റെ നാടിനോട് ഏറ്റവും അടുത്തതായ എനിക്ക് ഏറ്റവും ആനന്ദമെന്ന് ഇന്ന് പാട്ടുകാരോട് ഞാൻ പറയാം. അച്ഛനാഥനാദി നമ്മുടെ ഹൃദയം വെമ്പട്ടെ. ഉടവല വൈരപ്രഭാതന ഘടകസിയാവന. ഹോളി സ്പിരിറ്റ്, ഇന്നലേക്കാൾ ഞാൻ എന്റെ പ്രിയന്റെ നാടിനോട് ഏറ്റവും അടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അജയിച്ച് ഏറ്റവും അടുത്ത്. എന്താ ആനന്ദം? എന്താ എന്റെ ആനന്ദം എന്ന് ചോദിച്ചാൽ, ഇന്നലേക്കാൾ ഞാൻ ഇന്ന് എന്റെ പ്രിയന്റെ നാടിനോട് ഒരു പടി കൂടെ അടുത്ത് കഴിഞ്ഞു. ഒരു പടി കൂടെ. ബദലച്ച ഇന്ന് എഴുന്നേറ്റതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയാമോ? ഇന്നലേക്കാൾ ഞാൻ എന്റെ പ്രിയന്റെ നാടിനോട് ഒരു പടി കൂടെ ഏറ്റവും അടുത്ത് കഴിഞ്ഞു. എന്റെ പ്രത്യാശയത. ഇന്ന് പകൽ ഞാൻ ഈ നിറകണ്ണോടെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, പലതിന്റെ മുമ്പിൽ കോംപ്രമൈസ് ആയി പോയ ചിലതിനകത്തിരിപ്പുണ്ട്. സ്തോത്രം. നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് ഒരു വെളിച്ചപ്പാടത്തിയല്ല. നിങ്ങളെ നയിക്കുന്നത് ഒരു വെളിച്ചപ്പാടത്തിയുടെ ആത്മാവല്ല. ഇന്ന് പകൽ പരിശുദ്ധ ആത്മാവാണ്, ദൈവത്തിന്റെ ആത്മാവാണ്. ഇന്ന് പകൽ ആ ആത്മാവിനകത്ത് സഞ്ചരിക്കുന്നവൻ കോംപ്രമൈസ് ആകത്തില്ല. ലോകത്തിന്റെ മുമ്പിൽ കോംപ്രമൈസ് ആകത്തില്ല. കഷ്ടതയുടെ മുമ്പിൽ കോംപ്രമൈസ് ആകത്തില്ല. ഇന്ന് പകൽ കാത്തിരിക്കാൻ തയ്യാറാകും. ഞാൻ ഹബക്കൂക്കിനോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടാ ചോദിച്ചാ, സ്തോത്രം, എന്തുകൊണ്ടാണ് കാത്തിരിക്കുന്നത്? എങ്ങനാ നീ കാത്തിരിക്കുന്നത്? ഹബക്കൂക്ക് പറഞ്ഞ കാര്യമുണ്ട്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. സ്തോത്രം. അച്ഛാ, വിശ്വാസത്താൽ ജീവിക്കാൻ പറ്റുമെന്ന്? വിശ്വാസത്താൽ ഞാൻ ജീവിക്കുന്നത് എന്തിനാ? ബിനാൻഡി ഒരു പ്രവർത്തനം ആരംഭിച്ചത് എന്തുകൊണ്ടാ? വിശ്വാസത്താൽ. ജീവിക്കുന്ന എന്തുകൊണ്ടാ? വിശ്വാസത്താൽ. ഞാൻ എൻ്റെ അപ്പനെ കാണുമെന്നുള്ളത് എന്റെ വിശ്വാസവും എന്റെ പ്രത്യാശയുമാണ്. എന്ന് പകൽ ഈ എന്റെ ഓട്ടവും അധ്വാനവും കർത്താവിൽ വ്യർത്ഥമല്ലെന്ന് ഞാൻ അറിയുന്നു. അതിന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിങ്ങളുടെ ഓട്ടവും അധ്വാനവും വൃഥാവായി പോകത്തില്ല. അതുപോലെ ഈ തരിശായി കിടക്കുന്ന ഭൂമിക്കകത്ത് മഴ പെയ്തിറങ്ങുമ്പോൾ അർത്ഥരാജകൽ കനാദിയാതന് ആ വിടവിനകത്തേക്ക് മഴയിൽ പെയ്തിറങ്ങുന്ന വെള്ളം ആ വിടവിനകത്തേക്ക് ഇറങ്ങും. സ്തോത്രം. ആ മണ്ണ് അനുഭവിക്കുന്ന ഒരു തണുപ്പുണ്ട്. ഇന്ന് പകൽ ആത്മാവിനോട് പറയുന്നു, നിങ്ങളെ പ്രാണനെ ഞാൻ തണുപ്പിക്കും. അർത്ഥരേ ജഗതന വൈഡപ്രഭാതന ഘടകസ്യ. ചില വിഷയത്തിന് നടുവിൽ പ്രതികരിക്കേണ്ട ഒരു തണുപ്പ്, ഒരു കൺഫർമേഷൻ ഞാൻ തരും, ഒരു ഉറപ്പ്. ഇന്ന് പകൽ ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു, ഒരു ഉറപ്പ്. ഹൃദയങ്ങളൊക്കെ തുറന്നു. എനിക്കറിയത്തില്ല, കർത്താവ് പറയുന്നു, ഒരു ഉറപ്പ് ഞാൻ തരും. പട്ടണത്തിനകത്ത് റബനഘടക ഒരു മഴയെ പെയ്തിറക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഒരു ആത്മമഴ പെയ്തിറക്കാൻ തരീശായി കിടക്കുന്ന ചിലതിനകത്ത് നിന്ന് ചില വിത്തുകൾ മുളച്ചിറങ്ങുന്ന കാഴ്ച ആത്മാവിനെ കാണിക്കുന്നു. അടരകരകഥന ഘടകസിയാതന. കണ്ടത് തരിശു ഭൂമിയാ.
പക്ഷെ മഴ പെയ്തിറങ്ങിയപ്പോൾ ഇതേ തരിശ് ഭൂമിക്കകത്ത് നിന്ന് കാണാത്ത ചിലത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ലാത്ത ചിലത് മുളച്ചു വരികയാണ്. അടകമനം വേരിവർത്തന പ്രവാദന ഘടക ശാന്തൽ കമാനിയാതനാദന അർത്ഥര പ്രവാദിയാലകക്ഷസിയാതനാദന. എന്നോട് ആത്മാവ് കൊയ്ത്തിന് വേണ്ട ചിലത് മുളച്ചു പൊങ്ങാൻ പോവുക. റാശാല കഥന പ്രവാദിയാലകക്ഷസി. ആ വാക്ക് ഞാൻ അങ്ങനെ തന്നെ കൈമാറുകയാണ്. കൊയ്ത്തിന് വേണ്ട ചിലതിനെ ദൈവം മുളപ്പിക്കാൻ പോവുക. റകലഘടകസി മുള്ളും പറക്കാരെയും കിടന്നിടത്തു നിന്ന് ദൈവം ചിലതിനെ മുളപ്പിക്കാൻ പോകുകയാന്ന് ആത്മാവ് തൂത് കൈമാറുന്നു. അടകരകഥന വൈരപ്രഭാതന ഘടക ശന്തൽ കമന ഘടക സിയാതനാഥന റിഗൽ കമന. നിങ്ങളുടെ പ്രവർത്തനം ഒരു വേർതിരിക്കപ്പെട്ട പ്രവർത്തനമായിരിക്കുമെന്ന് ആത്മാവ് തൂത് കൈമാറുന്നു. അടരാ ജഗൽ കനാദിയാലകക്ഷസിയാതിൽ കമാന ഹസ്തരാധനാഥന. ഒരു ചർച്ചിനകത്തും ചാടി കയറിയിട്ടില്ലാത്ത പുതിയ ചിലതിനെ സ്തോത്രം കർത്താവ് അതിനകത്ത് കൊണ്ടുതരും. അടകമനം വേരിവർത്തന പ്രവാദന ഘടക ശാതര പ്രവാദന ഘടക സിയാതന റിഗൽ കമന. ആത്മതലങ്ങളിൽ ചില തുടക്കങ്ങൾ കുറിക്കാൻ പോകുകയാണ്. അത്തരഘടക ഷേഥേനിയാന്തൽ കമാനിയാതന. ഇതുവരെ ആരംഭിച്ചതൊന്നുമല്ല റിഗൽ കമന. അതിനേക്കാൾ അപ്പുറത്തേക്ക് ചില മൂവുകൾ കർത്താവ് നിങ്ങളെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കൈമാറുമെന്ന് ആത്മാവ് തൂത് കൈമാറുന്നു. അടരാ ജഗൽക്കനാദിയെ കുറിച്ചിട്ടു റിഗൽ കമന ഘടക സിയാതനാഥന റിഗൽ. ഒരു പുതിയ മുള പൊട്ടി പുറപ്പെടുന്നത് പോലെ പട്ടണത്തിനകത്തൊരു മുളയായി റിഗൽ കമന ഘടകതല വൈരപ്രഭാതിയാലകക്ഷസിയ. എന്നോട് ആത്മാവ് പറയുന്നു, വെല്ലുവിളികളുണ്ട്. തരിശാക്കി കളഞ്ഞതിനകത്ത് ഇനി മഴ പെയ്തിറക്കത്തില്ലെന്ന് പറഞ്ഞ് റിഗൽ കമൻ എല്ലാം തടയപ്പെടുമെന്ന് പറഞ്ഞ് റിഗൽ കമന ഘടക സിയാമ്പൽ കമ ഒരു മുള പോലും നിനക്ക് കിട്ടത്തില്ലെന്ന് പറഞ്ഞ് റിഗൽ കമനഗതന വൈഡപ്രഭാതിയാതന അല്ല. എതിരുകൾ ഉയരുമ്പോൾ റിഗൽ കമനഘടക സിയാതനാഥന യേശപ്പൻ അധികാരമുള്ള നാമത്തിൽ ആത്മീക ഗോളത്തിൽ തന്നെ നിൽക്കുന്ന ചില എതിരുകൾ വിരോധമായി ഉയരുന്നുണ്ടെന്ന് ആത്മാവിന്ന് പകൽ ദൂത് കൈമാറുന്നു. അടരാ ജഗൽ കമനഘടക സിയാതനാഥന റിഗൽ കമനഘടക ശന്തൽ കമാൻഡി. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങളെ കുറിച്ചുള്ള സംസാരങ്ങൾ അടരാ ജഗനഘടക ശന്തൽ കമാനിയാതന രക്തത്താല ചെയ്യും. അകത്തളത്തിനകത്ത് സംഭവിക്കുന്നുണ്ട്. ഇന്ന് പകൽ അതിനെയൊക്കെ ദൈവം നിഷ്ഫലമാക്കിക്കൊണ്ട് ഒരു ദൈവപ്രവൃത്തി തുറക്കുമെന്ന് ആത്മാവ് ഇന്ന് പകൽ ദൂത് കൈമാറുന്നു. ലാതലാതല പ്രഭാതന ഘടകസിയാതന. ഇപ്പോഴുള്ള പ്രാർത്ഥനയുടെ അടുത്തൊരു ലെവലിലേക്ക് മൂവ് ആകാൻ ആത്മാവ് ഇന്ന് പകൽ ബുദ്ധി ഉപദേശിക്കുന്നു. പ്രാർത്ഥനയുടെ തലങ്ങൾ അടുത്തൊരു ലെവലിലേക്ക് മാറട്ടെ. റബര ഹതുര പ്രഭാതന ഘടക ശന്തൽ കമാനിയാതനാഥനാഥൻ. ഈ 7 ദിവസത്തെ ഉപവാസപ്രാർത്ഥന അവസാനിച്ചാലും അവസാനിക്കാത്തൊരു ആത്മതലത്തെ തുറക്ക്. റിഗൽ ഖമനകഥന വൈഡപ്രവാദന ഘടകസിയാതന. ദൈവം ചില വൻ കാര്യങ്ങളെ ചെയ്യുമാറാകട്ടെ യേശപ്പൻ അധികാരമുള്ള നാമത്തിൽ. നോക്കിയേ, ദൈവം ഹബക്കുക്ക് പറഞ്ഞൊരു പദമുണ്ട്. സ്തോത്രം. ഹബക്കുക്ക് പറയുക, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹബക്കുക്ക് പറയാ, ഞാൻ ചോദിച്ചു, എങ്ങനെയാ നിനക്ക് സന്തോഷിക്കാൻ പറ്റുന്നത്? വിജയിച്ച എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് സങ്കടമല്ലേ അച്ഛാ? ആണ്. എനിക്ക് മുന്തിരിവള്ളി കൊണ്ട് അനുഭവമില്ല. വിജയിച്ച മുന്തിരിവള്ളി കൊണ്ട് അനുഭവമില്ല. കന്നുകാലികളുണ്ട്, അനുഭവമില്ല. നന്മയില്ല. എല്ലാം എനിക്കുണ്ട്, പക്ഷെ എനിക്ക് നന്മയില്ല. പക്ഷെ എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും? എനിക്കെങ്ങനെ സന്തോഷിക്കാൻ പറ്റും? ഒന്നും എന്റെ കരങ്ങളിൽ ലഭ്യമാകാതിരിക്കുമ്പോഴും ഇന്ന് പകൽ എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും? ഞാൻ ഹബക്കുക്കിനോട് ചോദിച്ചു, ഹബക്കുക്കെ, അങ്ങ് പറഞ്ഞില്ലയോ മുന്തിരിവള്ളി എന്ത് ചെയ്യില്ല, അത്തിവൃക്ഷം തളിർക്കത്തില്ല, മുന്തിരിവള്ളി അനുഭവം ഉണ്ടാവത്തില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കത്തില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കത്തില്ല. ഞാൻ ചോദിച്ചു, ഇതൊക്കെ ഇല്ലാതെ വന്നാൽ സങ്കടമല്ലേ ജെസി ആന്റി? സങ്കടമല്ലേ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയ? ജോലി സിസ്റ്റർ എന്ന സങ്കടമല്ലേ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയ? ആർക്കാ സന്തോഷിക്കാൻ പറ്റുന്നേ? ആർക്കാ ഹൃദയം തുറന്ന് ഇതൊക്കെ ഇല്ലെന്നറിയുമ്പോൾ സന്തോഷിക്കാൻ പറ്റുന്നേ? ലിനി സിസ്റ്ററെ, ആർക്കാ സന്തോഷിക്കാൻ പറ്റുന്നേ? അർത്ഥരാജകൽ കമന ഘടകസി. ലിനി സിസ്റ്ററെ, പ്രാർത്ഥിക്ക്. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ചില തളിർപ്പുകൾ നൽകും. അടകബനഹതന ഘടക സത്തര പ്രഭാതനാഥൻ. ഈ അനുഭവം കേട്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നി കേട്ടോ. വിഷമം തോന്നി ബീനാന്റി. കാരണം ഇതൊന്നും ഇല്ലാതെ മനുഷ്യൻ എങ്ങനെയാ മുമ്പോട്ട് പോകുന്നത്? നമ്മൾ ഇതൊക്കെയല്ലേ നോക്കുന്നത്, അല്ലയോ? സ്തോത്രം.
പക്ഷെ ഹബക്കൂക്ക് എന്നോട് പറഞ്ഞു, നീതിമാൻ ഒരു പ്രത്യേകത ഉണ്ടടാ, അവൻ വിശ്വാസത്താലാ ജീവിക്കുന്നത്. വിശ്വാസത്താല വിശ വിശ്വാസത്താലാ ജീവിക്കുന്നത്. വിശ്വാസത്താൽ. ചോദ്യങ്ങൾക്കൊരു മറുപടി ഉണ്ട് ബീച്ച. ചോദ്യങ്ങൾക്കൊരു മറുപടി ഉണ്ട്. എത്രത്തോളം എന്ന് ചോദിക്കുമ്പോൾ ബീച്ച, എത്രത്തോളം എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, താമസിക്കത്തില്ല കേട്ടോ, താമസിക്കത്തില്ല. എത്രത്തോളം എന്ന് ചോദിച്ചപ്പോ ദൈവാത്മാവ് പറയാ, താമസിക്കത്തില്ല. അച്ഛാ ആത്മാവിനോട് പറയാൻ പറയുന്നു, താമസിക്കത്തില്ല, താമസിക്കത്തില്ല. വൈകിയാലും വരും, നിശ്ചയം. ഞാൻ ആ പദം ഒന്നുകൂടെ പറയുന്നു, വൈകിയാലും വരും, നിശ്ചയം, നിശ്ചയം. കർത്താവെ, ഈ കാത്തിരിപ്പിനകത്ത് എനിക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഒരു ഉറപ്പുണ്ട്, ഒരുറപ്പ്, ഒരുറപ്പ്, മാറാത്ത ഉറപ്പ്. ഈ അന്തരീക്ഷം മാറുക ദൈവമക്കളെ, അന്തരീക്ഷം മാറുക, ചലനങ്ങൾ നടക്കുക. ഈ അന്തരീക്ഷത്തിനകത്ത് വലിയൊരു ചലനം നടന്നുകൊണ്ടിരിക്കുക. ബീച്ച പരിശുദ്ധാത്മാ നിങ്ങളെ തൊടുന്നു. ലാർത്തല ബൗഡശലാതല. ഒരു പ്രത്യേക കരുത്ത്, ഒരു പ്രത്യേക ബലം. അസ്ഥികളിൽ ദൈവശക്തി ചലിക്കണ അർത്ഥരപ്രവാദനം മനകരകഥന വൈഡപ്രവാദന ഗച്ഛാതരകത്തി അർത്ഥലേ രഹസ്യ. ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വിരോധമായി കൊണ്ടുവന്ന് നിങ്ങളെ തടഞ്ഞു കളയുന്ന, നിങ്ങളുടെ വഴികളെ തടഞ്ഞു കളയുന്ന ചില മേഖലകളുണ്ടെന്ന് ആത്മാവിനോട് ദൂത് കൈമാറാൻ പറയുന്നു. സാഹചര്യങ്ങൾ വിരോധമായി ചലിക്കുന്നു, അവസ്ഥകൾ വിരോധമായി ചലിക്കുന്നു, തളിർക്കാൻ പറ്റുന്നില്ല. അടകരകഥന വൈഡപ്രവാദന ഘടകസി റിവാന അസ്തര പ്രവേനിയ. എനിക്ക് അച്ഛൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളൊന്നും അറിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, അച്ഛാ ജീവിക്കുന്നത് വിശ്വാസത്താലാണ്, വിശ്വാസത്താലാണ്. ആത്മാവിനോട് വ്യക്തമായി സംസാരിക്കുന്ന ശബ്ദമാണ്, വിശ്വാസത്താല എപ്പോഴും യാത്ര. എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, എപ്പോഴാണെന്ന് അറിയത്തില്ല, എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല, പക്ഷെ വിശ്വാസത്താൽ അങ്ങ് യാത്ര ചെയ്യുക. സ്തോത്രം. തളിർക്കും കേട്ടോ, തളിർക്കും, താമസിക്കത്തില്ല. ആ പദം പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയും, താമസിക്കത്തില്ല, താമസിക്കത്തില്ല. ജെസി ആന്റി, താമസിക്കത്തില്ല, താമസിക്കത്തില്ല. വൈഡപ്രഭാതം. ഒരു ദൈവപ്രവർത്തി ഇന്ന് പകൽ തുറക്കപ്പെടുക കുടുംബത്തിനകത്തേക്ക്. യെസ്, റൈറ്റ് നൗ. അസാധ്യമെന്ന് നീ പറയുന്ന ചില വിഷയങ്ങൾക്കകത്ത് നിനക്ക് മാത്രമേ അസാധ്യമായി തോന്നിയിട്ടുള്ളൂ, എനിക്കത് തോന്നിയിട്ടില്ല എന്ന് ആത്മാവിന്റെ പകൽ ദൂത് കൈമാറുന്നു. ഋഗൽഖമനഗതന വൈഡപ്രഭാതനാഥന. ദൈവദാസനെ, ഇന്ന് പകൽ ആത്മാവ് കൈമാറുന്നു, എന്റെ വചനം നിവർത്തിയാകും, നിങ്ങളത് കാണും. അർത്ഥരെ മനാഥന പ്രവാദന ഘടകസിയാതന. വിശ്വാസത്തോടെ ദിവസങ്ങൾ പ്രാർത്ഥിക്കുക. സ്തോത്രം. നിങ്ങളുടെ മുമ്പിൽ സ്തോത്രം തുറക്കുന്ന രണ്ട് വഴികൾ ആത്മാവിനെ കാണിക്കുന്നു. രണ്ട് വഴികൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കും. അടകമനം വേരിവർത്തന പ്രമാദിയാതന ഗച്ഛസി. ഈ ദിവസങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക. ചില ഡോറുകൾ പരിശുദ്ധാത്മാവ് മൃഗൽഖമന ഘടകം നിങ്ങളുടെ മുമ്പിൽ തുറക്കും. അത്യാവശ്യമായി ചലിക്കേണ്ട ചില തലങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ചലിപ്പിക്കും. അടകരകഥന വൈഡപ്രവേനിയാല രക്ഷാതല കട്ടി വാർത്തന പ്രമാദിയാല ഗച്ഛസി. പരിശുദ്ധാത്മാവ് തുറക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, അങ്ങ് പറഞ്ഞ ദൂത ഞാൻ കൈമാറിയേക്കുന്നത് യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. വാഴ്ചത്വം തുറക്കട്ടെ. ഇത് പകൽ പ്രാർത്ഥിച്ചേ, ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചേ. റഷ്യചാരിയ അധരപ്രവാദന അധരകരകഥന ഘടകസിയാതന യേശപ്പൻ അധികാരമുള്ള നാമത്തിൽ ഹബക്കൂക്ക് പറയുക, കർത്താവേ, ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണേ. ഞാൻ ചോദിച്ചു, എങ്ങനെ ജീവിപ്പിക്കാൻ പറ്റും? വിശ്വാസത്താൽ ജീവിക്കും, വിശ്വാസത്താൽ ജീവിക്കും. ഞാൻ വലിയ പ്രസംഗമൊന്നും അല്ല പ്രസംഗിച്ചത് എനിക്കറിയാം, പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, ദൈവം വേണ്ടത് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, വേണ്ടത് മാത്രം. അജയിച്ച വിശ്വാസത്താ ജീവിക്കും, വിജയിച്ച വിശ്വാസത്താ ജീവിക്കും, ചെറിയാൻച്ച വിശ്വാസത്താ ജീവിക്കും, വിശ്വാസത്താ ജീവിക്കും. ഒരു മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നുകൊണ്ട് ആ വാക്യം എന്ന് പറയാം, എപ്പോഴും ചിന്തിക്കുന്നതാണ്. ശരിക്കും പൗലോസ് 27-ാം അധ്യായം 28-ാം അധ്യായത്തിൽ അപ്പോസ്തലപ്രവൃത്തി പുസ്തകം പെട്ടെന്ന് എന്റെ ഹൃദയത്തിനകത്തേക്ക് ഒന്ന് ഓടി വന്നുകൊണ്ട് ഞാനങ്ങ് പറയാം. 27-ാം അധ്യായത്തിനകത്ത്
പൗലോസ് പറയുന്നൊരു ഭാഗമുണ്ട്. സ്തോത്രം. ജനം പറയുന്നൊരു ഭാഗമുണ്ട് കപ്പലിനകത്ത് യാത്രയ്ക്കകത്ത്. ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ അറ്റുപോയി. സ്തോത്രം. വീശ ആരുടെ ആശ അറ്റുപോയി? ചെറിയ ആരുടെ ആശ അറ്റുപോയി? ഞങ്ങളുടെ ആശ. പറഞ്ഞേ, ഞങ്ങളുടെ ആശ. ഞങ്ങളുടെ ആശ അറ്റുപോയി. ദൈവത്തിന്റെ അല്ല, ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങളുടെ ആശ അറ്റുപോയി. രക്ഷപ്പെടുമെന്നുള്ള ഞങ്ങളുടെ ആശയൊക്കെ നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. അങ്ങനല്ലേ വാക്യം നോക്കിയേ. ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ അറ്റുപോയി. എന്നാൽ ആരുടെ ആശ അറ്റുപോയി? പിന്നെ ഞങ്ങളുടെ ആശ അറ്റുപോയി. പക്ഷെ പൗലോസ് അവിടെ നിന്നുകൊണ്ട് പറയാ, നിങ്ങളുടെ ആശ അറ്റുപോയി, പക്ഷെ ദൈവത്തിന്റെ ആശ അറ്റുപോയിട്ടില്ല. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി അറ്റുപോയിട്ടില്ല. ഇന്ന് പകൽ വിശ്വാസത്തോടെ പറയണം. ഞാൻ അന്നേരെ പറഞ്ഞല്ലേ കപ്പൽ നീക്കണ്ടാന്ന്. ഞാൻ അന്നേരെ പറഞ്ഞല്ലേ ഈ തുറമുഖം വിടണ്ടാന്ന്. ശുഭ തുറമുഖത്ത് എത്തിയപ്പോ അവര് പറഞ്ഞു, ഇവിടം കൊള്ളത്തില്ല, ഇവിടെ നമുക്ക് സൗകര്യങ്ങളില്ല, ഇവിടെ നമുക്ക് വലിയ സാധ്യതകളൊന്നുമില്ല ചേച്ച, ഇവിടെ വലിയ സാധ്യതകളൊന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ക്രേത്ത ദ്വീപിന്റെ മറ പറ്റി അങ്ങ് ഓടാം. സ്തോത്ര. ക്രേത്തയിൽ എത്തിയാൽ പിന്നെ കഴിക്കാനും കുടിക്കാനും തിന്നാനും ഉറങ്ങാനും ഒക്കെ എല്ലാത്തിനും സൗകര്യമുണ്ട്. സ്തോത്രം. പൈസ സാഹചര്യം നോക്കി ഓടിയതാ, പക്ഷേ സാഹചര്യങ്ങൾ വിപരീതമായി. അവിടെ വാക്ക് ചെയ്തിട്ടുണ്ട്, അതിന് വിരോധമായി ഈശാനമൂലനടിച്ചു. സ്തോത്രം. അതിന് വിരോധമായി. ഞാൻ ആ വാക്കെന്തോ എന്റെ പരിശുദ്ധന്റെ ഹൃദയത്തിനകത്ത് കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറയുക. സ്തോത്രം. അത് മറ്റൊരു മെസ്സേജ് ആണെങ്കിൽ പോലും പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിനകത്ത് ഇതിനകത്ത് പറയാൻ വേണ്ടി തന്നൊരു വാക്കാണ്. അതിനകത്തൊരു വാക്കുണ്ട്. സ്തോത്രം. നോക്കിയേ, പലരും ആലോചന പറഞ്ഞത് വീനാൻറ്റി ഇവിടെ തന്നെ മിക്ക പേരും പറഞ്ഞു ഈ ക്രേത്തയിലോട്ട് അങ്ങ് പോകുന്നതാണ് നല്ലത്. പൗലോസ് പറഞ്ഞു നിങ്ങൾക്കത് പ്രയാസമാണ്, വലിയൊരു പ്രതിസന്ധി വരാൻ പോവുക, അതിനേക്കാൾ നല്ലത് നമ്മൾ ഈ ശുഭ തുറമുഖത്ത് വീഴ്ച ഈ ശുഭ തുറമുഖത്ത് അങ്ങ് നിൽക്കുന്നതാണ് നല്ലത്. പക്ഷെ 276 പേരുണ്ട് ആ കപ്പലിനകത്ത്. 276-നകത്ത് 275 ചെറിയാഞ്ച പറഞ്ഞു, ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ക്രേത്ത ദ്വീപ് പറ്റി ഓടുന്നതാണ് നല്ലതെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. സ്തോത്രം. കാരണം പുള്ളി ചോദിച്ചു, കപ്പിത്താനെ നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? എങ്ങനെ പോകുന്നതായിരുന്നു നല്ലത്? എങ്ങനെ പോകുന്നതാണ് നല്ലത്? അവര് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, പോയേക്കാം. കപ്പലുടമസ്ഥൻ പറഞ്ഞു, ഓ സാരമില്ലെന്നേ, നമ്മൾ എത്താതിരിക്കൂ. സ്തോത്രം. കപ്പലുടമസ്ഥനോട് ചോദിച്ചവൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പൗലോസ് അതൊക്കെ പറയും, ഒരു കുഴപ്പമില്ല, എല്ലാം നമുക്ക് അനുകൂലമാണ്. അങ്ങനെ പറഞ്ഞു, എല്ലാം നമുക്ക് അനുകൂലമാണ്. സ്തോത്രം. ഈ 13-ാമത്തെ വാക്യത്തില് വാക്ക് എന്നെ ചലിപ്പിച്ചു. നോക്കിയേ, തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി. കേട്ടോ, ഒരു തെക്കൻ കാറ്റൊക്കെ ഊതിയപ്പോഴത്തേക്ക് വീഴ്ച ഇവര് പറയാ നമ്മളെ താല്പര്യമൊക്കെ സാധിച്ചെന്നാ തോന്നുന്നത്. ഈ തെക്കൻ കാറ്റൊക്കെ അടിച്ചപ്പോഴത്തേക്ക് നമ്മുടെ കുഴപ്പം ഇതാ, ഒരു തെക്കൻ കാറ്റ് അടിക്കുമ്പോഴത്തേക്ക് നമുക്കങ്ങ് എടുത്തിയാട്ടവാ. സ്തോത്രം. നമുക്കൊരു തെക്കൻ കാറ്റ് മതിയല്ലോ. ഞാനതാ കുറച്ചു മുമ്പേ പറഞ്ഞേ, നമ്മൾ ചില തെക്കൻ കാറ്റ് കൊണ്ട് തൃപ്തിപ്പെടാതിരിക്കുക, നമ്മൾ ചില ചെറിയ കാര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടാതിരിക്കുക, ചില വെളിച്ചപ്പാടത്തികൾമാര് മതി നമുക്ക്. സ്തോത്രം. ദൂത് കറക്റ്റായ പോരെ പാസ്റ്ററെ, ദൂത് കറക്റ്റായ പോരെ. ഈ വെളിച്ചപ്പാടത്തി ആണെങ്കിലും അല്ലെങ്കിൽ ദൂത് ചെറിയ ദൂത് കറക്റ്റായ പോരെ. അങ്ങനെ ചിലര് ദൂത് കറക്റ്റാ പറഞ്ഞത്. സ്തോത്രം. ഞാൻ ഈ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളെക്കാൾ വ്യക്തമായിട്ട് പിശാചിനറിയാം ആരെ ബഹുമാനിക്കണമെന്നും ആരടുക്കൽ എത്തണമെന്നും ഒക്കെ. അതുകൊണ്ട് യേശു ഈ ഗദ്രദേശത്ത് കാല് വെച്ച ഉടനെ അവൻ പറന്നു വന്ന് കാൽക്കീഴെ വന്നിരുന്നേ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അന്നേരം ആരടുക്കൽ എങ്ങനെയൊക്കെ എത്തണമെന്ന് ആർക്കറിയാം? അവന് നല്ലതുപോലെ അറിയാം. സ്തോത്രം. യേശു കടലിനകത്തുനിന്ന് യാത്ര ചെയ്ത് വരുമ്പോഴേ അവനെ ശാസിച്ചായിരുന്നു. സ്തോത്രം. ആ ശാസന കണ്ടപ്പോ കാല് വെച്ച ഉടനെ അവൻ അടുക്ക വന്നു, എന്നെ ഒന്ന് ഉപദ്രവിക്കല്ല, അങ്ങ് വിട്ടാ മതി എന്നെ, ഞാൻ പൊക്കോളാന്ന്. സ്തോത്രം. അന്നേരം ഇങ്ങനെയുള്ളതിന്റെ പുറകെ എന്ത് ചെയ്യരുത്? നമ്മൾ പോകരുത്. കർത്താവിന്റെ പുറകെ പോകണം. അധികാരത്തിന്റെ വചനം, നിത്യജീവന്റെ മൊഴികൾ കർത്താവിന്റെ പക്കലേ ഉള്ളൂ. ഇന്ന് പകൽ കർത്താവിനെ വിട്ട് എങ്ങും നമുക്ക് പോകാൻ കഴിയില്ല. നോക്കി, ഞാൻ ഈ പദം ഒന്ന് പൂരിപ്പിച്ചോട്ടെ ദൈവമക്കളെ. നോക്കി, തെക്കൻ കാറ്റ് മന്ദമായി ഊതിയപ്പോൾ ബീനാൻറ്റി ഇവരെല്ലാം പറഞ്ഞു,
നല്ല നല്ല പ്രതീക്ഷയാ, നല്ല സാഹചര്യമാ. സ്തോത്രം. നമുക്ക് പറ്റിയ സമയമാ. ഇവര് യാത്ര ചെയ്തു. പക്ഷെ കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. സ്തോത്രം. കപ്പൽ തകരാൻ തുടങ്ങി. കപ്പലിനകത്ത് ഉലച്ചിൽ വന്നു. അച്ഛാ, സാഹചര്യം 5 മിനിറ്റ് മുമ്പ് വരെ നല്ലതായിരുന്നു. പക്ഷെ പ്രതികൂലം വന്നു. നിങ്ങൾ ഇനി ആരും പറയരുത് ദൈവത്താൽ വന്നതാണെന്ന്. സ്വയം കുഴി ചാടിയത്. ഹലോ, ദൈവം മുന്നറിയിപ്പ് കൊടുത്തിട്ടും, ദൈവം മുന്നറിയിപ്പ് തന്നിട്ടും ബീനാന്റെ ചിലതൊക്കെ ചെന്ന് ചാടിയിട്ടുണ്ട് ചില കുഴികളിൽ. ദൈവം മുന്നറിയിപ്പ് കൊടുത്തിട്ടും ചില കുഴികൾക്കകത്ത് കിടക്കുക. സ്തോത്രം. മുന്നറിയിപ്പ് കിട്ടിയിട്ടും ചില കുഴിക്കകത്ത് കിടന്ന് കർത്താവിനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവെ, ഇങ്ങനെ വരുത്തിയല്ലോ, ഇങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ ചെയ്തല്ലോ. ദൈവം മുന്നറിയിപ്പ് തന്നില്ലയോ? അച്ഛാ, കൈനോട് ദൈവം എന്ത് പറഞ്ഞേ? പാപം നിന്റെ വാതിൽക്കൽ കിടപ്പുണ്ട്, അതിന്റെ ആഗ്രഹം നിന്നോടാ, നീ അതിനെ ജയിക്കണമെന്നല്ലേ കർത്താവ് പറഞ്ഞേ? പക്ഷെ പുള്ളി പോയി ചാടിയില്ലേ? സ്തോത്രം. പ്രയാസം ദൂത് കേൾക്കുന്നതല്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? പ്രയാസം ദൂത് കേൾക്കുന്നതല്ല, ദൂതിനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നതാ പ്രയാസം. സ്തോത്രം. യസിയാനി ദൂത് കേൾക്കാൻ എളുപ്പമാ. ഒരു ദൂത് പ്രവചനം ലിനിയാനി ദൂത് കേൾക്കാൻ എളുപ്പമാ. എന്നാ സുഖ പറയുക, നിങ്ങളെ വാലല്ല തലയാക്കും എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ എളുപ്പമായി. സ്തോത്രം. ഒരു വാലും തലയില്ലാതെ നമ്മളങ്ങ് ഏറ്റെടുക്കും. പക്ഷേ അവസാനം അതനുസരിച്ച് ജീവിക്കാനാ പാട്. ഇല്ലേ മിനിയാൻറ്റി? അതനുസരിച്ച് ജീവിക്കാനാ പാട്. എല്ലാവരും പരാജയപ്പെടുന്നത് ജീവിതത്തിലേക്ക് വരുമ്പോഴാണ്. വാക്തത്വത്തിനകത്ത് ഇല്ലേ വിജയിച്ച? വാക്തത്വത്തെ ജീവിതവുമായി കണക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ പരാജയപ്പെടാൻ തുടങ്ങും. കൈനെ നീ പരാജയപ്പെട്ടോ? കൈയും പരാജയപ്പെട്ടു. പരാജയപ്പെട്ടു. ഏറ്റവും വലിയ പ്രയാസം ബീനാൻറ്റി വാക്തത്വം കേൾക്കുന്നതല്ല, നിലനിൽക്കുന്നത്. കെണിയിൽ വീഴാതിരിപ്പാൻ സൂക്ഷിക്കണം. ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, 7 ദിവസം ഉപവസിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. കെണിയിൽ വീഴാതിരിപ്പാൻ സൂക്ഷിക്കേണ്ടത് നിങ്ങളാ. മുന്നറിയിപ്പ് തരേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനാ. ദൈവം മുന്നറിയിപ്പ് തന്നു കഴിഞ്ഞു. വീഴാതിരിപ്പാൻ സൂക്ഷിക്കണം. സ്തോത്രം. നോക്കിയേ, കപ്പൽ യാത്ര തിരിച്ചു. പൗലോസ് പ്രാർത്ഥിക്കുന്നവന്റെ വാക്കിന് ഒരു വിലയില്ല. പ്രാർത്ഥിക്കുന്നവൻ വിളിച്ചു കൂവിയിട്ടും പറഞ്ഞു, നിനക്ക് എന്തോ എക്സ്പീരിയൻസാ ഉള്ളേ? ഞങ്ങളടുത്ത് പറഞ്ഞു തരാൻ നിനക്ക് എന്തോ ഉള്ളേ? സ്തോത്രം. പ്രാർത്ഥിക്കുന്നവനേക്കാ വലുത് മറ്റു പലതുമാ. സ്തോത്രം. മറ്റു പലരെയും വാക്കിനാ നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നേ. ഇന്നിപ്പോ ഞാൻ നിയോഗത്തിന് വാക്ക് പറയാൻ കേട്ടോ. അവരുടെ വാക്ക് അസ്തമിച്ചാലും ദൈവത്തിന്റെ വാക്കുകൾ അസ്തമിക്കത്തില്ല. എന്നെ ചിന്തിപ്പിച്ചു ചെറിയാൻച്ച. എന്തെന്നറിയാമോ? പൊക്കോ, കുഴപ്പമില്ല, ഞങ്ങളുണ്ടെന്ന് പറഞ്ഞവരുണ്ടല്ലോ, പകുതി വഴിയെത്തിയപ്പോ അവര് ചെയ്ത കാര്യം എന്തെന്നറിയാമോ? ചെറിയ പായ്ക്കപ്പൽ ഇറക്കി രക്ഷപ്പെടാൻ നോക്കുക. സ്തോത്രം. അവരൊറ്റയ്ക്ക് അങ്ങ് രക്ഷപ്പെടാന്ന് വിചാരിക്കുക. അവർ രക്ഷപ്പെടാൻ ചിന്തിക്കുമ്പോ ബാക്കിയുള്ളവരുടെ കാര്യമോ ഡെസി ആന്റി? ബാക്കിയുള്ളവരുടെ കാര്യമോ? അവരൊക്കെ തീരട്ടെ, ഞങ്ങൾക്ക് രക്ഷപ്പെട്ടാ മതിയെന്ന്. സ്തോത്രം. ഇറങ്ങി തിരിച്ചപ്പോ 6 വാക്കാ കേട്ടെ. പ്രാർത്ഥിക്കുന്നവൻ പറഞ്ഞ ഒരു വാക്കിന് പോലും അവർ വില കൊടുത്തില്ല. പക്ഷെ എന്ന് പറഞ്ഞ് പൗലോസ് തന്റെ ദൗത്യം ഉപേക്ഷിച്ചില്ല. ക്ഷീണിച്ചിരിക്കുന്നവനെ നോക്കി പൗലോസ് പറഞ്ഞു, തളർന്നിരിക്കുന്നവരെ നോക്കി പൗലോസ് പറഞ്ഞു, നിങ്ങൾ ആരും ഭയപ്പെടണ്ട. ആ വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ഒരുത്തന്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകുകയില്ല, നിശ്ചയം. ആ വാക്ക് നിങ്ങൾ ഞാൻ ഇങ്ങനെ എടുക്കുക. നിശ്ചയം. ഹബക്കൂക്കിനോട് ദൈവം എന്താ പറഞ്ഞത്? വൈകിയാലും വരും. നിശ്ചയം. അച്ഛാ, ദൈവത്തിന്റെ പ്രവൃത്തി അത് ഭയങ്കര ഉറപ്പാ. അച്ഛാ, വാട്സപ്പ് എന്താണെന്നറിയാമോ? ഒരു ഉറപ്പാ. മാറാത്തൊരുറപ്പ്. എന്തുകൊണ്ട് ഹബക്കൂക്ക് നിനക്ക് സന്തോഷിക്കാൻ പറ്റിയത്? ഭയങ്കര ഉറപ്പ്. ബിരിയാണി ഭയങ്കര ഉറപ്പ്. അകത്തളത്തിനകത്ത്
ഈ ഏഴാമത്തെ പകൽ എന്താ കർത്താവ് എന്നോട് സംസാരിക്കുന്ന ഒരു ഉറപ്പ്. ഉറപ്പ്. ഞാൻ നിവർത്തിക്കും, ഞാൻ നിവർത്തിക്കും. പറഞ്ഞത് നിവർത്തിക്കുന്ന ദൈവം. ശബരഹതനഘടക സന്ധരാധനാഥൻ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാൻ ചോദിച്ചു പൗലോസെ ഇത്ര ഉറപ്പെന്താ? പൗലോസ് പറയുക, ഈ പ്രതിസന്ധിയുടെ നടുവിലും ഞാൻ എൻ്റെ ദൈവത്തിന്റെ ദൂതനെ ഈ പ്രതികൂലത്തിനകത്ത് കണ്ടെങ്കിൽ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? പൗലോസ് ആയിരിക്കുന്നിടത്ത് പൗലോസ് പറയുക, ഈ രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ എൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് പറഞ്ഞതാ, നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തത്തില്ലെന്ന്, ഒരു ദോഷവും വരുത്തത്തില്ലെന്ന്. കപ്പലുടയും. നിങ്ങൾ ഏതിലാണോ ആശ്രയിച്ചത് അത് ഉടയും, അത് ഉടയും. നിങ്ങൾ ഏതിലാണോ മുറുകെ പിടിച്ചത് അത് ഉടയും. സാഹചര്യങ്ങൾ ഉടയും ചെറിയാച്ച. പക്ഷേ ദൈവം പ്രമനഗതനഘടകസി. ബീനാന്റി, കപ്പൽ വേണമെന്നില്ല എന്ന് ദൈവം അവിടെയാ തെളിയിച്ച്. ഒരു മരപ്പലക കൊണ്ട് അക്കരെ എത്തിച്ച ദൈവം. ഞാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുന്ന ഒരു പദം അതാ. നോക്കിയതേ മക്കളെ, വാഴ്ത്തത്വം നിവർത്തിക്കാൻ ചിലപ്പോ ദൈവം ഒരു മരപ്പലക ഇട്ട് തരും. പിടിച്ചു കയറിക്കോണം, പിടിച്ചു കയറിക്കോണം. നിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ തീരത്തില്ലെന്നുള്ളതൊരു ഉറപ്പാ. ഹലോ, വാഴ്ത്തത്വം നിവർത്തിയാകാതെ നീ തീരുകയല്ല, അതൊരു ഉറപ്പാ. ഹലോ, റബരകഥന. പൗലോസേ പ്രൈസലോ, നിനക്ക് നീന്തൽ അറിയാമോ? പൗലോസേ, ഇപ്പൊ നിന്റെ അവസ്ഥ എന്താ? പൗലോസ് പൗലോസ് പറയും, ഒരു പലകയുണ്ട്, ഞാനുമുണ്ട്, എങ്ങനെയും ഒക്കെ ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. സ്തോത്രം. അങ്ങനല്ല, പൗലോസിന്റെ അകത്തൊരു ഉറപ്പുണ്ട്, ഒരു ഉറപ്പുണ്ട്. വിളിച്ച ദൈവം വിശ്വസ്തനാ. എന്നോട് 23-ാം അധ്യായത്തിൽ ദൈവം ഒരു വാക്ക് പറഞ്ഞു, എന്തെന്നറിയാമോ? നീ യെരൂശലേമിൽ പ്രസംഗിച്ചതുപോലെ നീ റോമയിലും പോയി നിൽക്കും, നിൽക്കും, നിൽക്കും. ഹബക്കൂക്ക് എന്തിനാ കരഞ്ഞെന്നറിയാമോ? സ്തോത്രം. 70 കൊല്ലത്തെ ഒരു പ്രവാസ ജീവിതം വരാൻ പോവുക. അത് ഓർത്തപ്പോൾ ഹബക്കൂക്ക് കരഞ്ഞു. ഹബക്കൂക്ക് എന്ന വാക്കിന്റെ അർത്ഥം എന്തെന്നറിയാം ചെറിയാച്ച? മല്ല് പിടിക്കുന്നവൻ, മല്ല് പിടിക്കുന്നവൻ. പൗലോസ് ഹബക്കൂക്ക് 2-ാം അധ്യായത്തിനകത്ത് കൊത്തളത്തിൽ കയറി ദൈവത്തോട് മല്ല് പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്തരീക്ഷം മാറുക. ഇന്ന് പകൽ ഞാൻ നിങ്ങൾ അതിലേക്ക് ആഹ്വാനം ചെയ്യുന്നു. അന്തരീക്ഷം മാറുക. നമ്മൾ മല്ല് പിടിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഒരുത്തൻ മല്ല് പിടിച്ചു യാബോക്കിന്റെ കടവിൽ. അനുഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, ആടുമാടുകൾ ഇല്ലാഞ്ഞിട്ടല്ല, സമ്പത്തില്ലാഞ്ഞിട്ടല്ല. സ്തോത്രം. അവന് മനസ്സിലായി, ഞാൻ സമ്പാദിച്ചതിനേക്കാൾ വലിയൊരു അനുഗ്രഹമാണ് റിഗൽ കമന ഘടകസിയാതന ഞാൻ പ്രാപിക്കേണ്ടത്. ഇന്ന് പകൽ ഈ ലോകത്തിനകത്ത് ഞാൻ നേടുന്നതിനേക്കാൾ വലിയ അനുഗ്രഹം എനിക്ക് കർത്താവ് ഉയരത്തിലാ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിനാ ഞാൻ വാല്യൂ കൊടുക്കേണ്ടത്. ഇന്ന് പകൽ ഞാൻ ഇത് വളരെ കുറച്ച് ക്ലിയർ ആയിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ ലോകത്തിൽ കർത്താവ് നടത്തേണ്ടതുപോലെ വിജയിച്ചാൽ നടത്തും. ക്ഷാമകാലത്തും ക്ഷേമമായി പോറ്റും. വിശ്വസ്തയോടെ നിൽക്കേ. സ്തോത്രം. നീതിമാൻ വിശ്വാസത്താ ജീവിക്കും, വിശ്വാസത്താ ജീവിക്കും. സ്തോത്രം. പലപ്പോഴും ഞാൻ ഇങ്ങനെ പറയുമോ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒത്തിരി ഭാരപ്പെട്ടിട്ടുണ്ട്, സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി ഭാരപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും പലരോടും ചോദിക്കാൻ മടിയാ. ഞാൻ ഒരിക്കൽ ഒരാളോട് ഒരു സാമ്പത്തിക നന്മ ചോദിച്ചു. പക്ഷെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല ആ അനുഭവം, ഒരിക്കലും മറക്കത്തില്ല. സ്തോത്രം. അന്ന് ഞാൻ മനസ്സിലാക്കി, കർത്താവെ, ഇനി ഞാൻ ആരോട് ചോദിക്കത്തില്ല, ഇനി ആരോട് ചോദിക്കത്തില്ല. ഞാൻ അപ്പനോടല്ലാതെ വേറെ ആരോട് ചോദിക്കത്തില്ല. ചോദിച്ചവർ കൈമലർത്തി എന്ന് മാത്രമല്ല, ചോദിച്ചവർ ഹല്ലേലൂയ, അവർ നമ്മളെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ എൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു കളഞ്ഞു. മനുഷ്യൻ അങ്ങനെയാ, വിജയിച്ച മനുഷ്യൻ അങ്ങനെയാ. പക്ഷെ ദൈവം അങ്ങനല്ല, വിശ്വസ്തന. വിശ്വാസത്തെ ജീവിക്കാൻ പഠിപ്പിച്ചു കർത്താവ്, വിശ്വാസത്തെ ജീവിക്കാൻ പഠിപ്പിച്ചു. അത്തിവൃക്ഷം തളർത്തില്ലെങ്കിലും എനിക്കിപ്പോ വിഷമമില്ല. മുന്തിരിവള്ളി തളർത്തില്ലെങ്കിലും എനിക്ക് വിഷമമില്ല. അത്തിവൃക്ഷത്തിനകത്ത് സ്തോത്രം ഹല്ലേലൂയ മുന്തിരിവള്ളി അനുഭവം ഉണ്ടായില്ലെങ്കിൽ എനിക്ക് വിഷമമില്ല. അത്തിവൃക്ഷം തളർത്തില്ലെങ്കിലും എനിക്ക് വിഷമമില്ല. കാരണം ഞാൻ യഹോവയിൽ ആനന്ദിക്കും, ഞാൻ യഹോവയിൽ ആനന്ദിക്കും. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക, നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. സ്തോത്രം. ഞാൻ ഈ മെസ്സേജിന്റെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഭാഗങ്ങളിലെ തൊട്ട് സംസാരിച്ച് ഒരു ഓർഡറിലൊന്നും അല്ല സംസാരിച്ചത്. എനിക്ക് നല്ല വ്യക്തമായി അറിയാം ഈ ഏഴാമത്തെ പകൽ എത്രത്തോളം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വീണമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് പകല് ഒത്തിരി ദുഃഖത്തോടെ ഇരിക്കുന്ന ചിലരുണ്ട്. കർത്താവെ, എന്താകും, എത്രത്തോളം?
എപ്പോ തീരും കർത്താവ് ഇതൊക്കെ? ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ചിലർ നോക്കി ആത്മാവ് പറയുന്നു, നിങ്ങൾ ഭാരപ്പെടണ്ട, കൺഫ്യൂസ്ഡ് ആവണ്ട, ഡൗട്ട്ഫുൾ മൈൻഡ് വേണ്ട. തക്ക സമയത്ത് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടേണ്ടിയ നന്മകൾ വെളിപ്പെടുത്തും ദൈവം. ദൈവത്തെ ആരാധിച്ചാൽ മതി, ആരാധിച്ചാൽ മതി. മാധ്യസ്ഥ ആരാധിച്ചാൽ മതി, ആരാധിച്ചാൽ മതി. ചോദ്യം ചോദിച്ച ഹബക്കുക്ക് ദൈവത്തോട് മല്ല് പിടിച്ച് പ്രാർത്ഥിച്ച് ദൂത് വാങ്ങിച്ചപ്പോ ദൈവം പറഞ്ഞു, എന്താ കാത്തിരിക്കുക, കാത്തിരിക്കുക. മറുപടി വന്നത് അങ്ങനെയാ. ഇപ്പൊ നടക്കും എന്ന് പലർക്കും തോന്നും. ഇല്ല, ഏത് വാഴ്ത്തത്വവും കാത്തിരിപ്പിനൊടുവിലാ ദൈവം തന്നിട്ടുള്ളത്. അബ്രഹാം 25 കൊല്ലം കാത്തിരുന്നു. ഹലോ, യാക്കോബ് യോസേഫിനെ കാണാൻ നീണ്ട 10-22 കൊല്ലങ്ങളാ കാത്തിരുന്നത്, ആ വാഴ്ത്തത്വത്തിന്റെ രഥം മുന്നിൽ വന്നെത്താൻ. യോസേഫ് കാത്തിരുന്നു കാരാഗ്രഹത്തിലെ 13 കൊല്ലങ്ങൾ. ഹലോ, യാക്കോബ് കാത്തിരുന്നതേ 20 കൊല്ലമാ, 20 കൊല്ലം. സ്തോത്രം. ഇന്ന് പകൽ ഞാൻ നിയോഗത്തോടൊരു പദം പറയാൻ കേട്ടോ. യേശു ജീവിക്കുന്നു. ഇന്ന് പകൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാം. വിശ്വസിക്കാൻ തയ്യാറാണോ? ഒരു പദം കൂടെ വിശ്വാസത്തിനായിട്ട് പറയുക. യേശു ലാസറിന്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ യേശു പറഞ്ഞു, ഈ ദീനം മരണത്തിനായിട്ടല്ല, മരണത്തിനായിട്ടല്ല. ആ വാക്ക് നിങ്ങൾ കുറിക്കണം, മരണത്തിനായിട്ടല്ല. പക്ഷേ പറഞ്ഞ വാക്ക് തെറ്റി, മരിച്ചു. പറഞ്ഞ വാക്ക് തെറ്റി, മരിച്ചു. കർത്താവ് പറഞ്ഞു, ഈ ദീനം മരണത്തിനായിട്ടല്ലെന്ന്. ഇതിനായിട്ട് എന്ത് തോന്നുന്നു? മരണത്തിനായിട്ടല്ല, മരണത്തിനായിട്ടല്ല. ഇത് പറഞ്ഞാൽ നമ്മൾ സാമാന്യമായിട്ട് ചിന്തിക്കും, ആ കർത്താവ് മരിക്കത്തില്ലെന്ന് പറഞ്ഞല്ലോ, മരിക്കത്തില്ല, സൗഖ്യമാവും. പക്ഷെ മരിച്ചു. കർത്താവ് പറഞ്ഞിട്ടും മരിച്ചെങ്കിൽ കൂടെ നിൽക്കുന്നവരാരും പിന്നെ പറയണ വിജയിച്ച എല്ലാരും പറഞ്ഞു, എന്തോരം പ്രിയം ഉണ്ടായിരുന്നു, എന്തോരം പ്രിയമായിരുന്നു. വന്നാ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കേറത്തോളൂ, ഒത്തിരി സൽക്കരിച്ചല്ലേ, ഒത്തിരി ഉണ്ടാക്കി കൊടുത്തതല്ലേ. എന്നിട്ട് ഇപ്പൊ എന്തോ ആയി? ഒരു വിഷയം വന്നപ്പോ ആരുമില്ല, ഒരു വിഷയം വന്നപ്പോ ആരുമില്ല. ഇല്ലേ ഡെസി ആന്റി? ഒരു വിഷയം വന്നപ്പോ ആരുമില്ല. ഒരു വിഷയം വന്നപ്പോ ആരില്ല, ഒത്തിരി സൽക്കരിച്ചില്ലയോ? ഇപ്പൊ ആരുണ്ട്? കൂടെ നിൽക്കാൻ ആരുണ്ട്? കർത്താവ് പറഞ്ഞതാ മരിക്കത്തില്ലെന്ന്. അങ്ങനല്ലയോ? ഈ ദിനം മരണത്തിനായിട്ടല്ല. യേശുവിന്റെ അടുത്ത് ആളെ അയച്ചതല്ലേ, വിളിപ്പിച്ചതല്ലേ? വന്നോ? ഇല്ല. 4 നാൾ കഴിഞ്ഞപ്പോ യേശു വന്നു. ഞാൻ ആ പദം അടിവര ഇട്ടോണം നിങ്ങൾ. യേശു വന്നത് വീട്ടിലോട്ടല്ല. ആ വാക്ക് നിങ്ങൾ കുറിച്ചിട്ടോ. യേശു വന്നത് വീട്ടിലോട്ടല്ല. യേശു വീട്ടിലോട്ടല്ല വന്നത്. നിന്റെ പ്രശ്നം എവിടെയാ? നിന്റെ പ്രതിസന്ധി എവിടെയാ? അവിടേക്കാ യേശു പോയത്. ഇന്ന് പറഞ്ഞ ഞാനൊരു പദം പറയാം കേട്ടോ. നിന്റെ കാത്തിരിപ്പിന് വിരാമം ഇടുന്നൊരു സമയമുണ്ട്. സ്തോത്രം. ചോദ്യങ്ങൾ വന്നില്ലേ? ഇത്രയും പ്രിയം ഉണ്ടായിട്ട് ഒന്ന് വന്നു കാണാൻ പോലും മനസ്സുണ്ടായില്ലല്ലോ. എന്നിട്ട് പറഞ്ഞതോ മരിക്കത്തില്ലെന്ന്, മരണത്തിനായിട്ടല്ലെന്ന് ഈ ദീനം. എന്നിട്ട് താണ്ടെ മരിച്ച് കല്ലറയ്ക്കാത്തിരിക്കുന്നു വിഷയം. മറിയ കരയുന്നുണ്ടപ്പോൾ, അവൾ ഇറങ്ങി ഓടുന്നുണ്ടപ്പോ ഒരു കൂട്ടം പേര് പറഞ്ഞു, വിനാൻഡി, ഓ കല്ലറ കരയാൻ പോവുക, കഷ്ടം, കല്ലറ കരയാൻ പോവുക, സഹിക്കുന്നില്ല. കൂട്ടത്തിൽ നിന്ന സ്ത്രീകളെല്ലാം പൊട്ടിക്കരഞ്ഞു. സ്വതന്ത്രം. നമ്മളാണെങ്കിലും കരയും അല്ലേ? അവൾ യേശുവിന്റെ അടുക്കലേക്ക് ഓടി, കല്ലറയിലേക്കല്ല ഓടിയത്. ഇനി നിങ്ങൾ കണക്ട് ചെയ്യാൻ പോവുക. അവൾ ഓടിയത് കല്ലറയിലേക്കല്ല, യേശുവിന്റെ അടുക്കലേക്ക്. യേശു വന്നത് വീട്ടിലേക്കല്ല, കല്ലറയുടെ മുമ്പില്. എത്ര പേർക്ക് മനസ്സിലാകും? ഞാൻ വളരെ സ്ലോയിൽ ആത്മീക തോന്നുന്നു നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി അത് പറയുന്നു.
അവൾ വന്നത് എന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നവനാണ് പട്ടണത്തിൽ വന്നത്, പട്ടണവാതൊക്കെ വന്നേക്കുന്നത്. അവൻ കല്ലറയുടെ മുമ്പിലേക്കാ എത്തേണ്ടത്. ഇന്ന് പകൽ ഞാൻ ആത്മനിയോഗത്തൊരു വാക്ക് പറയാൻ കേട്ടോ. എന്റെ പ്രശ്നം എവിടെ ഇരിക്കുന്നേ, അവിടെയാ യേശു ഇറങ്ങാൻ പോകുന്നത്. എന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ ആർക്കാ കഴിയുന്നേ, അവന്റെ അടുക്കലേക്കാ ഞാൻ ചെല്ലേണ്ടത്. ഹലോ, ഇന്ന് പകൽ ആത്മനിയോഗത്തോടെ പറ, യേശു തന്റെ നാവ് തുറന്ന് ലാസറേ പുറത്തു വരിക എന്ന് വിളിച്ചപ്പോൾ ലാസർ പുറത്തു വന്നു. കർത്താവ് ഒരു വാക്കൂടെ പറഞ്ഞു, അവന്റെ അഴിപ്പി. സ്തോത്രം. ഇനി ആരൊക്കെ കെട്ടിയതാണെങ്കിലും അഴിച്ചേ പറ്റൂ. ഇതെന്റെ സീസണാണോ ബിനാൻഡി, ഇതെന്റെ സീസണാണോ? അഴിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞ ആത്മീയത മനസ്സിലാവുന്നുണ്ടോ? ബീശ കെട്ടിയത് മനുഷ്യനായിരിക്കാം, കല്ലറ അടച്ചത് മനുഷ്യനായിരിക്കാം. പക്ഷേ ദൈവ ശബ്ദം മുഴങ്ങുമ്പോൾ, വാക്തത്വത്തിന്റെ സീസൺ വെളിപ്പെടും. വിജയിച്ച എന്റെ ടൈം ആകുമ്പോൾ, എന്റെ കാത്തിരിപ്പിന് വിരാമം കുറിക്കപ്പെടുമ്പോ അടഞ്ഞത് തുറന്നേ മതിയാകത്തുള്ളൂ, കെട്ടിയത് അഴിഞ്ഞേ മതിയാകത്തുള്ളൂ. ഉപവാസത്തിന്റെ 7ാമത്തെ പകൽ ആത്മാ പറയുന്നു, കാത്തിരിപ്പിന്റെ വിരാമം കുറിക്കുമ്പോൾ കെട്ടിയത് അഴിഞ്ഞേ മതിയാകത്തുള്ളൂ, കല്ലറകൾ തുറന്നേ മതിയാകത്തുള്ളൂ. കാഹളം ധ്വനിക്കുമ്പോൾ നികൾച്ചവന കല്ലറകൾ തുറക്കപ്പെടും, മരിച്ചവർ അക്ഷയരായി ഉയർത്തുമോ, നികൾച്ചവന ജീവനോടെ ശേഷിക്കുന്ന നമ്മൾ ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പോ ജീവനോടെ എടുക്കപ്പെടുകയോ. വാക്തത്വം എത്ര പേർക്ക് അകത്തളത്തിനകത്ത് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് മകൾ ആത്മാവ് തിരിച്ചറിയുന്നു. ഇന്ന് മകൾ ഭൂമിയിലെ അന്തരീക്ഷമല്ല, മികച്ച സാഹചര്യങ്ങളല്ല എന്റെ ആരാധനയെ നിയന്ത്രിക്കുന്നത്. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കൂ. ഇന്ന് മകൾ ഞാൻ ദൈവത്തെ സ്തുതിക്കൂ. ഒരു വാക്കും കൂടെ ഞാൻ പറഞ്ഞോട്ടെ ബീച്ച, ഒരു വാക്കും കൂടെ. എന്തെന്നറിയാമോ? സ്വത്രമല്ലൂയ. എല്ലാവരും പറഞ്ഞു, എന്തിനാ ഇനി അവന്റെ അടുക്ക പോകുന്നേ, ഇനി എന്തിനാ അവന്റെ അടുക്ക ചെല്ലുന്നേ? 4 നാളായില്ലേ നികൾക്കവന മരിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടും മരിച്ചില്ലേ, ഇനി എന്തിനാ അടുക്ക ചെല്ലുന്നേ? അവന സാഹചര്യം മാറിയേ എന്തിനായി ഓടിച്ചെന്ന് കരയുന്നേ? അവന്റെ കാൽക്കൽ വീണ് കരയുന്ന എന്തിനാ? ഇന്ന് പകൽ മറിയയ്ക്ക് പറയുന്നത് ഉത്തരവുണ്ട്, ഇവനിലൂടെ അല്ലാതെ എനിക്കൊരു മറുപടി ഇല്ല. ഇന്ന് പകൽ ഈ കല്ലറ തുറക്കപ്പെടുന്നത് എന്റെ കർത്താവിലൂടെ ആയിരിക്കും. ഇന്ന് പകൽ വിശ്വാസത്തോടെ അവൻ എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ അത് സംഭവിക്കാതിരുന്നിട്ടില്ല. ഇന്ന് പകൽ സ്തോത്രം, അവന്റെ വചനം ജീവനുള്ളതാണ്. ഇന്ന് പകൽ സംഭവിക്കുന്ന വചനമാണ്. ഞാൻ അവന്റെ പാവത്തിൽ ഇരുന്ന് കേട്ടത് ഒരു സാധാരണ വചനമല്ല, ജീവനുള്ള വചനമാണ്. എനിക്കറിയാം 5 മിനിറ്റ് കൂടെ മുമ്പോട്ട് പോയിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ഒറ്റ ചോദ്യം, ഒത്തിരി ചോദ്യങ്ങൾ വന്നപ്പോ മറിയയ്ക്ക് ഒറ്റ ഉത്തരേ ഉള്ളൂ ബീനാൻഡി. ആ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീരം ഒഴുകാൻ തുടങ്ങി. ഇന്ന് പകൽ എന്റെ അകത്ത് ദൈവാത്മാ ഹബക്കൂക്കേ, ചോദ്യങ്ങൾ ഉയരുമ്പോൾ നീ എന്താ ചെയ്തേ? ഹബക്കൂക്ക് കരയാൻ തുടങ്ങി. അവൻ എന്നോട് എന്ത് പറയുന്നുള്ള ആവലാതി നിമിത്തം, ആവലാതി, സംസാരത്തിന്റെ ആവല. ദൈവം എന്നോട് സംസാരിക്കണം. ചിലതൊക്കെ ആവലാതിയാ, എന്ത് സംഭവിക്കാന്ന് അറിയത്തില്ല. കർത്താവ് ഹബക്കൂക്കിനോട് പറഞ്ഞു, എടാ നീ വിഷമിക്കണ്ട കേട്ടോ, നീ ദർശനം എഴുതിക്കോ, എഴുതിക്കോ. ഞാൻ അവധി വെച്ചേക്കുവാ. 70 കൊല്ലത്തെ അവധി കഴിയുമ്പോ ഈ ദർശനം പുറത്തു വരും. ബാബിലോണിയ മുദ്രകൾ പൊട്ടും, ബാബിലോണിയ അടിമത്തങ്ങൾ പൊട്ടും. പിന്നെ എല്ലാ കാലവും ഞാൻ ഒതുങ്ങത്തില്ല. കാത്തിരിപ്പ് അവസാനിക്കുമ്പോൾ, ദൈവം പറഞ്ഞ അവധി കഴിയുമ്പോൾ, ആ വാക്ക് അങ്ങനെ പറയുക, ദൈവം പറഞ്ഞ അവധി കഴിയുമ്പോൾ
പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കും. ദൈവം പറഞ്ഞ അവധി കഴിയുമ്പോൾ ഡെസിയാൻറ്റി എന്റെ ഉത്തരം വെളിപ്പെടും, എന്റെ ഉത്തരം വെളിപ്പെടും. അങ്ങനെ ഒരു അവധിയായിരുന്നു. കർത്താവ് പറഞ്ഞ്, മറിയെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കണമെങ്കിൽ, അവന് ജീവിക്കണമെങ്കിൽ, ആഹാരത്തെക്കാൾ അധികം, സാഹചര്യങ്ങളെക്കാൾ അധികം അവൻ ആദ്യം വേണ്ടത് വിശ്വാസമാണ്. വിശ്വാസം. ആരിലുള്ള വിശ്വാസം വെച്ചാൽ വിളിച്ചവനിലുള്ള വിശ്വാസം. അവധി പറഞ്ഞത് സാധാരണ മനുഷ്യനല്ല, അവധിക്ക് വെച്ചതൊരു സാധാരണ മനുഷ്യനല്ല. വിജയിച്ച നമ്മുടെ വിഷയം അവധിക്ക് വെച്ചതൊരു സാധാരണ മനുഷ്യനല്ല. അവധി പറഞ്ഞത് ഈ സകലത്തെ ചമച്ചവനാണ്. ഞാൻ ഒരു അവധി വെച്ചേക്കുക, അത് ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുക, അത് വരും നിശ്ചയം, അത് വൈകിയാലും വരും നിശ്ചയം. ആ വാക്ക് നിങ്ങൾ കുറിച്ചിട്ടോ, വൈകിയാലും വരും നിശ്ചയം. ഇന്ന് പകൽ ആത്മനിയോഗത്തോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഷേബ സിസ്റ്ററെ പ്രാർത്ഥിക്കുക. വൈകിയാലും വരും നിശ്ചയം. ചില ദൈവപ്രവർത്തികൾ നമ്മുടെ കൂടാരത്തിനകത്ത് വരും നിശ്ചയം. റോബിച്ച വരും നിശ്ചയം, 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 നിശ്ചയം. ചോദ്യങ്ങൾ ഒത്തിരി കാണുമായിരിക്കും, പക്ഷെ ദൈവത്തിന് ഒറ്റ ഉത്തരേ ഉള്ളൂ: മഹത്വം കാണും, മഹത്വം കാണും, മഹത്വം കാണും. കർത്താവ് പറഞ്ഞ എന്താണെന്നറിയോ? മഹത്വം കാണുമെന്ന്. പിന്നെ ഇതൊരു മഹത്വമാണ്. കാത്തിരിപ്പ് ഒരു മഹത്വത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അച്ഛാ, ഈ ഭൂമിയിലെ കാത്തിരിപ്പ് ഒരു മഹത്വ പ്രത്യക്ഷതയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഹലോ, മഹത്വം വെളിപ്പെടാൻ പോകുകയാണ്. നമ്മുടെ കണ്ണത് കാണും. പ്രാർത്ഥിച്ച് എല്ലാവരും അതരങ്ങളൊന്ന് തുറന്നേ, അതരങ്ങളൊക്കെ തുറന്നേ, ഹൃദയങ്ങളൊക്കെ ഒന്ന് തുറന്നേ. അല്ലാതാണ് ഈ 7ാമത്തെ പകൽ ആത്മാവ് ഒരു കോംപ്രമൈസിന് വേണ്ടിയല്ല നിങ്ങളെ വിളിച്ചത്. ഇന്ന് പകൽ കാത്തിരിപ്പിനകത്ത് കോംപ്രമൈസ് ഇല്ല. പറ, കാത്തിരിപ്പിനകത്ത് കോംപ്രമൈസ് ഇല്ല, കാത്തിരിപ്പിനകത്ത് കോംപ്രമൈസ് ഇല്ല. എന്തു തന്നെ സംഭവിച്ചാലും, സാഹചര്യങ്ങൾ എനിക്ക് വിരോധമായാലും ഞാൻ കോംപ്രമൈസ് ചെയ്യത്തില്ല. അവധിക്ക് വെച്ചത് ദൈവമാണെങ്കിൽ ആ അവധിക്കാലം ദൈവം പൂർത്തീകരിച്ച് എന്റെ മറുപടി വെളിപ്പെടുത്തും, എന്റെ മറുപടി വെളിപ്പെടുത്തും. അർത്ഥരമനഘടന അചലപ്രഭാതന ഘടകസിയ. പ്രാർത്ഥിച്ച് ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആത്മാവിനോട് പറയുന്നു, അവധിയായി കിടക്കുന്ന ചില വിഷയങ്ങൾ, അർത്ഥരാജകൽക്കനാദിയാണ് നടക്കാതെ കിടക്കുന്ന ചില വിഷയങ്ങൾ, അവധി പോലെ കിടക്കുന്ന ചില വിഷയങ്ങൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, തക്ക സമയമാകുമ്പോൾ ഒരു മഹത്വമായി അത് പുറത്തു വരും, മഹത്വമായി അത് പുറത്തു വരും, മഹത്വമായി പുറത്തു വരും. ആ വാക്ക് അങ്ങനെ പറഞ്ഞു. നിങ്ങളുടെ നാവ് തുറന്നെന്ന് പറ, വിശ്വസിക്കും. ഞാൻ ജീവിക്കുന്നത് വിശ്വാസത്താലാണ്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, ജീവിക്കും. ദൈവമേ, ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പേ അങ്ങയുടെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ, ജീവിപ്പിക്കണമേ, ജീവിപ്പിക്കണമേ. ജീവിക്കും, ജീവിക്കും. എങ്ങനെ ജീവിക്കും? വിശ്വാസത്താൽ ജീവിക്കും, വിശ്വാസത്താൽ ജീവിക്കും. ചോദ്യങ്ങൾ എങ്ങനെ ഉത്തരങ്ങളായി മാറും? കാത്തിരിപ്പ്, കാത്തിരിപ്പ്, കാത്തിരിപ്പ് ഉത്തരങ്ങളായി മാറും, കാത്തിരിപ്പ് ഉത്തരങ്ങളായി മാറും. ആരാധന, ഈ കാത്തിരിപ്പിനകത്ത് എങ്ങനെ ഞാൻ ജയിക്കും? ഈ കാത്തിരിപ്പിനെ എങ്ങനെ ജയിക്കും? ആരാധന, ആരാധന, ആരാധന. പറ, ആരാധന. ഞാൻ ആരാധനയോടെ ഇന്നുപോലെ ആത്മീയ അർത്ഥത്തിലേക്ക് വന്നേ. കാത്തിരിപ്പ് ഞാൻ അങ്ങനെ ജയിക്കും, ആരാധിക്കും. ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കും, ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കും. ആരാധന മറുപടി എന്താ? അവനെ ഉന്നതികളിന്മേൽ നിർത്തും, ഉന്നതികളിന്മേൽ നിർത്തും. മാൻപേയുടെ കാല് പോലെ എന്റെ കാലിനെ മാറ്റിയെടുക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. ഉന്നതികളിന്മേൽ എന്നെ നിർത്താൻ എന്റെ ദൈവത്തിന് കഴിയും. വിശ്വാസത്തെ തുറന്ന്, അതരങ്ങൾ തുറന്ന് രക്തത്താല ചെയ്യും, രക്തത്താല ചെയ്യും, രക്തത്താല ചെയ്യും, രക്തത്താല ചെയ്യും. വായുകളെയൊക്കെ ചലിപ്പിച്ച്, അതരങ്ങളെയൊക്കെ ചലിപ്പിച്ചത് മകൾ ചോദ്യങ്ങളുണ്ട്, ചോദ്യങ്ങളുണ്ട്. ഇന്ന് പല ചോദ്യങ്ങൾ ഉത്തരങ്ങളായി മാറും, ചോദ്യങ്ങൾ ഉത്തരങ്ങളായി മാറും. അർത്ഥരാജകൽ കമനഘടക സിയാതനാഥനാഥന. കാത്തിരിപ്പുകൾ സ്വത്രമലലൂയ എങ്ങനെ ജയിക്കാൻ പറ്റും? ആരാധിച്ച്, ആരാധിച്ച് ഞാൻ ജയിക്കാൻ പോകുകയാണ്. എന്റെ കാത്തിരിപ്പുകളെ ഞാൻ ആരാധനയിലൂടെ ജയിക്കുകയാണ്. അർത്ഥരാജകൽ കനാദിയാലകക്ഷ സിയാതന വൈരപ്രഭാതിയാതന. ഹല്ലേലൂയ. എന്റെ മറുപടികളുടെ അവധി കഴിയുമ്പോൾ അത്
അത് വെളിപ്പെട്ടു വരും നിശ്ചയം. എന്റെ ദൈവം പറഞ്ഞ അവധി കഴിയുമ്പോൾ വീനാന്റി അത് വെളിപ്പെട്ടു വരും നിശ്ചയം. എന്റെ ദൈവം പറഞ്ഞ അവധി കഴിയുമ്പോൾ ഇനിയാന്റി അത് വെളിപ്പെട്ടു വരും നിശ്ചയം. എന്റെ ദൈവം പറഞ്ഞ അവധി കഴിയുമ്പോൾ സീതാന്റി അത് വെളിപ്പെട്ടു വരും. ആന്റി സ്തോത്രം. എന്റെ ദൈവം പറഞ്ഞ അവധി കഴിയുമ്പോൾ എന്റെ മുമ്പിൽ വെളിപ്പെടേണ്ടിയ വാക്തത്വം, എന്റെ മുമ്പിൽ വെളിപ്പെടേണ്ടിയ ദർശനം, നിങ്ങൾക്ക് ഞാൻ എഴുതി വെച്ച ദർശനം ഉണ്ടല്ലോ, അത് ഞാൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഇന്ന് അവതരങ്ങൾ തുറന്ന് ആ വായികളൊക്കെ ചലിപ്പിച്ച് അവധി കഴിയുമ്പോൾ വെളിപ്പെട്ടു വരും. ദൈവം പറഞ്ഞ അവധി കഴിയുമ്പോൾ താമസിക്കത്തില്ല കേട്ടോ, താമസിക്കത്തില്ല, നിശ്ചയമായി വെളിപ്പെട്ടു വരും. പൗലോസ് പറഞ്ഞതുപോലെ നിങ്ങൾ തലയിലെ രോമത്തിന് പോലും കൊഴിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിശ്ചയം ഇന്ന് സംഭവിക്കത്തില്ല. ഈ കാത്തിരിപ്പിനകത്ത്, ഈ യാത്രയ്ക്കകത്ത് ഒരു തലയിലെ രോമം പോലും കൊഴിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് ഈ അനർത്ഥം നിങ്ങൾ തൊടത്തില്ല, ഈ അനർത്ഥം നിങ്ങൾ തൊടത്തില്ല. പിശാചൊരിക്കൽ പദ്ധതികൾ നിങ്ങൾ തൊടത്തില്ല. തലമുറകൾക്ക് വിരോധമായി, കുടുംബത്തിന് വിരോധമായി അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്ന് പറഞ്ഞ് രണ്ട് കുടുംബത്തിനകത്ത് അസ്വസ്ഥതയിടുന്ന കലക്കിക്കളയുന്ന കുടുംബജീവിതത്തെ നോക്കി പരിശുദ്ധമ പറയുന്നു, ഞാൻ നിനക്ക് ജയം നൽകും, ഞാൻ നിനക്ക് ജയം നൽകും. നീ മിണ്ടാതിരുന്നാ മതിയെന്ന്. ഈ കാത്തിരിപ്പിനകത്ത് നീ മിണ്ടാതിരിക്ക, ദൈവത്തെ മാത്രം ആരാധിക്ക്, മനുഷ്യനോട് നീ മിണ്ടണ്ട. നീ മറത്തൊന്നും പറയാൻ നിൽക്കണ്ട. ഇന്ന് പകൽ ഈ ഹല്ലേലൂയ നിനക്കൊരു മറുപടി വെളിപ്പെടാൻ പോകുകയാണ്. എന്റെ മറുപടി വൈകാൻ പാടില്ല. എന്റെ നാവ് ചലിപ്പിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ മറുപടി വൈകാൻ സാധ്യതയുണ്ട്, എന്റെ വാക്തത്വം വൈകാൻ സാധ്യതയുണ്ട്. അബ്രഹാമിന്റെ മിസ്റ്റേക്ക് പലപ്പോഴും തലമുറകളിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് പകൽ സ്തോത്ര പിതാക്കന്മാരുടെ പല മിസ്റ്റേക്കുകളും, പലരും പിതാക്കന്മാർ ആരും പെർഫെക്റ്റ് ആയിരുന്നില്ല. പക്ഷെ ദൈവം ഹല്ലേലൂയ ഏറ്റുപറഞ്ഞവരെ ചേർത്ത് നിർത്തിയ ദൈവമാണ്, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചവരെ ചേർത്ത് നിർത്തിയ ദൈവമാണ്. ഇന്ന് പകൽ പറഞ്ഞ നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. പക്ഷെ ഇന്ന് പകൽ നമുക്ക് ഒന്ന് കഴിയും ബീനാന്റി ഏറ്റുപറയാൻ. ദൈവസന്ധി ഈ 7ാമത്തെ പകൽ ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കും. കർത്താവേ, ജീവിതത്തിലെ കുറവ്, ഞങ്ങൾ പെർഫെക്റ്റ് അല്ലപ്പ, ഞങ്ങൾ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടില്ല, അങ്ങ് ചിന്തിച്ചതുപോലെ ഞങ്ങൾക്ക് ആകാൻ പറ്റിയിട്ടില്ല, അങ്ങ് പറഞ്ഞതുപോലെ പലപ്പോഴും നടക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണമെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ പലപ്പോഴും സാഹചര്യങ്ങൾ ഞങ്ങളെ പലപ്പോഴും തകർത്തിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. കൂടെ നിന്നവർ പലപ്പോഴും ഞങ്ങളെ കുത്തുമ്പോഴും വേദനിപ്പിക്കുമ്പോഴും പല പെനിന്നമാർ ഞങ്ങളെ കുത്തിയിട്ടുണ്ട്, പലരും ഞങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. കുടുംബത്തിനകത്ത് പലരും ഞങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെയും ചേർത്ത് പിടിച്ചത് അങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ ഇന്ന് പ്രഭാതത്തിനകത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോ എന്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീര് ഇവർക്കൊരു അനുഗ്രഹമായി തീരട്ടെ. ഉപവാസത്തിന്റെ 7ാമത്തെ പകൽ ഇവരെ ബ്ലസ് ചെയ്യുക യേശുവിന്റെ നാമത്തിൽ. അർത്ഥന പ്രഭാതനം. ഹോളി സ്പിരിറ്റ് ദൈവശക്തി ആരാധന അർത്ഥം പ്രവാദന ശാദന പ്രവാദനാഥൻ ഇന്ന് പകൽ പൊട്ടിക്കരയാൻ പറ്റുന്നവരുണ്ടോ? ഇതിനകത്ത് പൊട്ടിക്കരയാൻ പറ്റുന്നവർ ഹൃദയം തുറന്നു. ധൃതിയുള്ളവർക്കൊക്കെ ഇറങ്ങുവാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് 2 മിനിറ്റ് കൂടെ. പൊട്ടിക്കരയാൻ പറ്റുന്നവരുണ്ടോ ഇന്ന് പ്രഭാതത്തിൽ? ചില ദൈവം തൊടുക, എനിക്കറിയത്തില്ല. ഇന്ന് പകൽ ചില ദൈവം തൊടുക. അസാധാരണമായ ദൈവപ്രവൃത്തി കൂടാരത്തിനകത്ത് ഏറ്റുപറ, ദൈവത്തോട് പറ, അപ്പ പറ്റിയിട്ടില്ല കേട്ടോ, പറ്റിയിട്ടില്ല. പലപ്പോഴും ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. ഒരു ഹാഗാർ കൊണ്ട് തൃപ്തിപ്പെടാൻ ഞങ്ങൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. വേണ്ടപ്പ, ഇനി അത് വേണ്ട. ഹാഗാർ അല്ല ഞങ്ങളുടെ വാക്തത്വം. ദൈവം ഞങ്ങൾക്കൊരു വാക്തത്വം തന്നിട്ടുണ്ട്. കല്ലറയ്ക്ക് അവസ്ഥ അവസാനിക്കും എന്നുള്ളതല്ല വാക്തത്വം. മഹത്വം കാണുമെന്ന്,
ഇന്ന് പകൽ ഞങ്ങളത് കാണും. അപ്പോ ഞങ്ങളെ സമർപ്പിക്കുന്നു. എത്ര പേരങ്ങനെ സമർപ്പിക്കുന്നവരുണ്ട് ദേശന്തിയിൽ? ഈ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു തീരുമാനം എടുക്കുന്ന എത്ര പേരുണ്ട്? അപ്പൊ അങ്ങേ വേദനിപ്പിക്കുന്ന ഒന്നും ഞാൻ പറയത്തില്ല. ഇനി അങ്ങേ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനം എനിക്ക് ഉണ്ടാവത്തില്ല. എത്ര പേർ തീരുമാനം എടുക്കും? എന്റെ മുമ്പേ അല്ല നിങ്ങൾ ഇത് പറയുന്നു, ജീവനുള്ള ദൈവത്തിന് മുമ്പില്. അങ്ങനെ എടുക്കാൻ പറ്റുന്നവർക്ക് ഒരു വലിയ മാറ്റം ഇന്ന് പകൽ കർത്താവ് അയക്കുന്നു. എന്റെ ശബ്ദം മാത്രം കേൾക്കുന്നവരുണ്ട്. അർത്ഥരാജകൽക്കൻ, നിങ്ങൾ എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും എനിക്കറിയാം നിങ്ങളുടെ സാഹചര്യങ്ങൾ വിപരീതമായിരിക്കാം. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവ് ഒന്ന് ഏറ്റെടുക്കുക സഹോദരി, ഒന്ന് ഏറ്റെടുക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി ഹൃദയം നുറുങ്ങിയാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ കിട്ടിയ അവസരം 1 മണിക്കൂർ കൊണ്ട് പ്രസംഗം തീർത്ത് പോകാമായിരുന്നു. പക്ഷെ ഞാൻ വീണ്ടും നിൽക്കുന്നത് എനിക്ക് വേറെ ഒരു ജോലി ഇല്ലാത്തതുകൊണ്ടല്ല. ഇന്ന് പ്രഭാതത്തിൽ ഈ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് അവസാനത്തെ നിമിഷങ്ങൾ ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതം ചെയ്യണം. അടുത്ത സമയങ്ങളൊക്കെ നിങ്ങൾ ദൂതുകൾ കേൾക്കുമായിരിക്കാം. പക്ഷെ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് നമ്മളൊന്ന് ഒരുങ്ങണം. എങ്ങനെ ഒരുങ്ങണം? അപ്പൊ ആ വരവിനായി എന്നെ ഒന്ന് ഒരുക്കണം. ഞാൻ എത്രയൊക്കെ ദൂത് കേട്ടാലും എന്നിൽ നിത്യത നഷ്ടപ്പെടുന്ന ഒന്നും എന്നിൽ ഉണ്ടാവരുത്. നിത്യത നഷ്ടപ്പെടുന്നു. പ്രാർത്ഥിക്കാൻ പറ്റുമോ? കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നവർ എത്ര പേരുണ്ട്? ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? എന്റെ ആരാധന, എന്റെ കാത്തിരിപ്പ് ഒരു ആരാധനയായി മാറുമ്പോൾ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. പുച്ഛിക്കുന്നവർ പുച്ഛിക്കട്ടെ, എന്നെ നിന്ദിക്കുന്നവർ കാണും, എന്നെ പരിഹസിക്കുന്നവർ കാണും. വലിയ ആരാധനക്കാരത്തി വന്നിരിക്കുന്നു, വലിയ പ്രാർത്ഥനക്കാരത്തി വന്നിരിക്കുന്നു. പറയട്ടെ. അച്ഛാ, ഇത്രയും നാൾ അധ്വാനിച്ചിട്ട് ഒരു ആത്മാവിനെ പോലും നേടാൻ പറ്റിയില്ലല്ലോ. എന്ത് കിട്ടി? ഞാനോ സമയമുണ്ട്. അവധി കഴിയുമ്പോൾ കെട്ടുപൊട്ടും, കെട്ടഴിയും. ദേശത്തിൽ പിശാചി കെട്ടിയ കെട്ടുകൾ ദൈവം അഴിപ്പിക്കും. അർത്ഥരാജകൽ കനാദിയാകുന്ന ഒരു കൂട്ടം ആത്മാക്കൾ പൊട്ടി പുറത്തു വരും. ഇന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവധി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ അന്തരീക്ഷം തുറക്കണം. ദൈവപ്രവൃത്തി വെളിപ്പെടണം. അർത്ഥരാജകൽ കനാദനാഥ ഷേചേനിയാന്തര പ്രവാദന റഹസ്യാതന മിനി മാത്യു ആന്റി, എന്നോട് ആത്മാവ് ഒരു ദൂത് പറയാൻ പറയുന്നു. ദിവസങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ച് മുന്നേറാൻ ആത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു. തടയപ്പെട്ടു പോയ ചില അനുഗ്രഹങ്ങൾ, ചില നന്മകൾ, റഖനകഥന വൈഡപ്രവാദി ലഭ്യമാകേണ്ടതായിരുന്നു. ലഭ്യമാകേണ്ട ചില അനുഗ്രഹങ്ങൾ, നന്മകൾ തടയപ്പെട്ടു പോയത് ആത്മാവ് ദിവസങ്ങളിൽ തുറക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവകരങ്ങളിൽ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം ആ വഴി തുറക്കും. അടഞ്ഞതൊക്കെ തുറക്കും. അർത്ഥരാജകൽക്കമനഘടകസിയാതന ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്തേക്ക് ആഴത്തിൽ മടങ്ങി വരാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ബുദ്ധി ഉപദേശിക്കുന്നു. അധുരമന ഘടകസിയാതന. സാഹചര്യങ്ങൾ പലപ്പോഴും കഴിയുന്നില്ല. അകത്ത് ആഗ്രഹമുണ്ട്, പക്ഷെ സാഹചര്യങ്ങൾ പലപ്പോഴും പ്രാർത്ഥനയുടെ ആ തലങ്ങളിലേക്കൊന്ന് മൂവാകാൻ പറ്റാതെ തടയപ്പെടുത്തുക. ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, ഇല്ല. ദൈവകരങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പ്രവൃത്തി ഇപ്പോൾ തന്നെ വെളിപ്പെടും. ശിരസ് മുതൽ പാദം വരെ ദൈവശക്തി വ്യാപരിക്കട്ടെ. ആ അസ്ഥികൾക്കകത്തേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. ടച്ച് മൈറ്റിനെ വൈഡപ്രഭാതന ഘടകസ്. ആ ശിരസിനകത്തേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. അടിക്കടി വരുന്ന ചില ശാരീരിക പ്രയാസങ്ങൾ, അർത്ഥം വേദികട്ടി അധനകരകഥന ഘടകസിയ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് പുറത്തു പോകട്ടെ. ആ ശരീരം വിട്ട് അധനാറകൽക്കൻ. ഇനി വാദിക്കാൻ ഒന്നും ഉണ്ടാകരുത്. പിശാച് ഒന്ന് വാദിക്കാൻ ഞങ്ങളിൽ ഒന്നും ഉണ്ടാകരുത്. യേശുവിന്റെ നാമത്തിൽ റൈറ്റ് നൗ ടച്ച് മൈറ്റി നെയിം
ആ കെട്ടുകൾ പൊട്ടട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ചില കലങ്ങിയിരിക്കുന്ന മേഖലകളുണ്ട്. കലങ്ങിയ ചില മേഖലകളുണ്ട്. ആത്മാവ് പറയുന്നു, ചില കലക്കങ്ങൾക്ക് വിരാമം കുറിച്ച് റമനകഥനഘടകസി ദൈവപ്രവർത്തികൾ ദൈവം വെളിപ്പെടുത്തും. ഒരു മാനിനെ പോലെ കാലുകൾക്ക് വേഗത കൂട്ടാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ചില വേഗതകൾ വർദ്ധിപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നെങ്കിൽ, പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം തുറക്കുമെന്ന് ആത്മാവ് തൂത് കൈമാറും. ലാംശാഖാന ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവെ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല സമയത്തിനായി സ്തോത്രം. ഈ ജനത്തെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പൊ അങ്ങ് തന്നു. ഞങ്ങളുടെ നാവായി നിൽക്കുവാൻ, സംസാരിക്കുവാൻ എന്നെ ബലപ്പെടുത്തി. ഞങ്ങളൊന്നുമില്ല കർത്താവെ. വി ആർ നത്തിങ്. ബിഗ് സീറോ ആയിരുന്നു ഞങ്ങൾ. ഇന്ന് എവിടെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ കഴിവല്ല, കൃപയാണ്. ഇന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ കഴിവല്ല, കൃപയാണ്. ഞങ്ങളുടെ വചനം കേൾക്കാൻ പറ്റിയത് കഴിവുകൊണ്ടല്ല, കൃപയാണ്. ഇന്ന് പകൽ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിനകത്തിരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ അനുഗ്രഹമായി തീരട്ടെ. വാഗ്ദത്തങ്ങൾ നിറവേറട്ടെ. കർത്താവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുഗ്രഹമായി മാറും ഈ മീറ്റിങ്ങിനെ, ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിനെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വീണ്ടും നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒന്ന്, ചോദ്യങ്ങൾക്കുള്ള മറുപടി ദൈവം തരും, താമസിക്കത്തില്ല. എന്ത് ചെയ്യണം? കാത്തിരിക്കേണ്ടത് എങ്ങനെയാണ്? ആരാധനയോടെ പ്രതിസന്ധി കാത്തിരിക്കുക. ദൈവം മറുപടി അയക്കും. എത്ര കല്ലറയ്ക്കകത്ത് കെട്ടപ്പെട്ടാലും ആ കല്ലറകൾ പൊട്ടുന്നൊരു സമയമുണ്ട്. 3-ാം നാൾ യേശുവിന്റെ കല്ലറ പൊട്ടിയതുപോലെ, അതിൽ നിന്ന് യേശു കർത്താവ് പുറത്തു വന്നതുപോലെ, കല്ലറയുടെ വാതിൽ തുറന്ന് യേശു പുറത്തു വന്നതുപോലെ, ഇന്ന് പകൽ വിശ്വസിക്കുക, നിങ്ങളുടെ മറുപടി വേഗത്തിൽ ചലിക്കും, താമസിക്കില്ല. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. അതിനായി കർത്താവിനെ വരവേൽക്കാൻ ഒരുങ്ങാം. ഗോഡ് ബ്ലസ് യു ഓൾ.